ഇന്ന് നിപ്പോൺ ടൊയോട്ട നോക്കുകയാണെങ്കിൽ 2850 സ്റ്റാഫ് ഉണ്ട്. നമ്മൾ 2850 235 പേരും 20 മുതൽ 25 കൊല്ലമായിട്ട് ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ. 26 വർഷവും നിപ്പോൺ ടൊയോട്ടയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിച്ച ശ്രീ എൽഡോ ബെഞ്ചമിൻ സാറാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അപ്പോൾ ഐ പാസ് ദറ്റ് ഇന്റർവ്യൂ ആൻഡ് ഐ വാസ് സെലക്ടഡ് ആസ് എ സെയിൽസ് മാനേജർ. അപ്പോൾ ഞാൻ നിപ്പോൺ ടൊയോട്ട ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് October 1st, 1999. I was the second employee of the company. One of my service colleague also was there. He was number 1. എൻ്റെ നമ്പർ ഇന്നും നിപ്പോൺ ടൊയോട്ടയിൽ 2 ആണ്. എംപ്ലോയി നമ്പർ 2 ആണ്. അതുപോലെ ജപ്പാനിലുള്ളൊരു ലെഗസി. ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ രീതിയിൽ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കണതെല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് ടൊയോട്ട വണ്ടി വേണമെന്നാണ്. You don't believe it. 3rd month onwards, the booking got surged in such a level in Kerala. I could say 3 to 4 months to 1 year ഒക്കെ ചില മോഡൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സമയമുണ്ടായി. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ? ടൊയോട്ട എന്ന് പറയുമ്പോൾ അങ്ങനെ ഞങ്ങൾ 2011 ആണ് ഞങ്ങളുടെ പുതിയ കളമശ്ശേരി ഞങ്ങൾ ഡീലർഷിപ്പ് തുടങ്ങിയത്. വിച്ച് ഇസ് ആക്ച്വലി അതൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് എന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഡേറ്റാസ് ആർ പ്രൂവൺ ലൈക്ക് ദാറ്റ്. ടൊയോട്ട ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയത് ഇറ്റ്സ് എ വെരി ഹംബിൾ ബിഗിനിങ്. വി ഡിഡ് ഇറ്റ് ഇൻ നെക്ടൂർ വിത്ത് ഓൺലി ജസ്റ്റ് 33 ടീം. 33 പേര് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ. സർവീസും എല്ലാവരും കൂടെ ആയിട്ട് വി ഡിഡ് ഓൺലി 2 ഡിജിറ്റ് ഫിഗേഴ്സ് ആയിരുന്നു. 50 വണ്ടി, പിന്നെ സ്ലോലി വെയിൻ ടു 90. ആ വർഷം 2000 ഡിസംബർ ആയപ്പോൾ ഞങ്ങൾ 303 വണ്ടി ചെയ്തു. ഒരു മാസം 303 വണ്ടി. കേരള ഇസ് എ മാർക്കറ്റ് വെയർ കസ്റ്റമേഴ്സ് വാണ്ട് ക്വാളിറ്റി പ്രോഡക്ട്സ്. കേരളം എന്ന് പറയുമ്പോൾ തന്നെ ക്വാളിറ്റി എന്നൊരു ഫാക്ടറിലേക്ക് പോകാറുണ്ട്. അത് എന്ത് കാര്യത്തിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ മാത്രമല്ല, FMG എടുത്തോട്ടെ, ഏത് പ്രോഡക്റ്റ് എടുത്തോട്ടെ, ക്വാളിറ്റി. കേരള ഇസ് പ്രിഫർലി ടെസ്റ്റിംഗ് മാർക്കറ്റ് ഫോർ മോസ്റ്റ് പ്രോഡക്റ്റ് ലൈൻസ്. ഇപ്പോൾ ഒരു കസ്റ്റമർ എമർജൻസി സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് മെയിൻ്റനൻസ്, E60, E90, E120 ഒരു വണ്ടീനെ സംബന്ധിച്ച് വി ടേക്ക് കെയർ അബൌട്ട് ദറ്റ് കാർ. ചില കസ്റ്റമർ പറയാറുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് നല്ലതാണ്. ചെയർമാൻ്റെ സൈഡിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടർ സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ആഫ്റ്റർ സെയിൽസ് ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗിവിംഗ് മീ ദ നെക്സ്റ്റ് സെയിൽസ് ബേസിക്കലി. അപ്പോൾ ആഫ്റ്റർ സെയിൽസ് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് കീപ്സ് എ കാർ ഹെൽത്തി ഓൺ റോഡ് വർത്തിനെസ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു സർവീസ് കിട്ടുകയാണെങ്കിൽ ദ വെഹിക്കിൾ വിൽ ബി അപ്ലൈയിങ് ടു ദ റോഡ് മോർ ആൻഡ് മോർ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വണ്ടി വിൽക്കുകയും ചെയ്യാം. നമസ്കാരം, ഷാജിത് ഭക്തൻ്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ പല മേഖലകളെക്കുറിച്ച് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞൊരു 26 വർഷത്തോളമായിട്ട് നമ്മളെല്ലാവരും നമ്മൾ വണ്ടിയുള്ളവരും വണ്ടി ഇല്ലാത്തവരൊക്കെ അറിയാവുന്നൊരു ബ്രാൻഡാണ് നിപ്പോൺ എന്ന് പറയുന്നത്. നിപ്പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ജപ്പാൻ എന്നാണ് നിപ്പോൺ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്കറിയാം നിപ്പോൺ ടൊയോട്ട എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ടൊയോട്ട വണ്ടിയുള്ളവർക്ക് എന്തായാലും അറിയാം. ഇനി ഇല്ലാത്തവർക്കും നിപ്പോൺ ടൊയോട്ട അല്ലെങ്കിൽ നിപ്പോൺ എന്ന് പറഞ്ഞൊരു വാക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. അപ്പോൾ ആ ഒരു നിപ്പോൺ ടൊയോട്ട എന്ന് പറയുന്ന അവരുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ കേരളത്തിൽ ആരംഭിച്ചിട്ട് 26 വർഷമാവുന്നു. 26 വർഷവും നിപ്പോൺ ടൊയോട്ടയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിച്ച ശ്രീ എൽഡോ ബെഞ്ചമിൻ സാറാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അദ്ദേഹത്തെ നിങ്ങൾ അല്ലാതെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം പല സിനിമകളിലും ചെറുതും വലുതുമായിട്ടുള്ള വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചു, പോലീസായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പല സിനിമകളിലും പോലീസായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു സിനിമാ നടനും അതേപോലെ തന്നെ 36 വർഷമായിട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എക്സ്പെർട്ടൈസ് തെളിയിച്ച ഒരു വ്യക്തിയുമാണ് ഇന്ന് എൻ്റെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ വെൽക്കം ശ്രീ എൽഡോ ബെഞ്ചമിൻ ടു ഷാജിത് ഭക്തൻ. താങ്ക് യു. താങ്ക്സ് ഫോർ ദ ഗ്രേറ്റ് ഇൻട്രൊഡക്ഷൻ. സുഖമല്ലേ? സുഖമായിരിക്കുന്നു. 36 വർഷം എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എ വെരി ലോങ് ടൈം. ഞാൻ ശരിക്കും ഈ പോഡ്കാസ്റ്റ് തുടങ്ങിയപ്പോൾ ശേഷം ഐ മെറ്റ് ലോട്ട് ഓഫ് പീപ്പിൾ, ബിസിനസ്സുകാർ, പിന്നെ ഒരു മേഖലയിൽ എക്സ്പെർട്ടൈസ് ചെയ്ത ആൾക്കാർ, കലാകാരന്മാർ, അപ്പം അങ്ങനെ പല ആൾക്കാരെ കണ്ടു. ഒരു കലാകാരനും ഒരു ബിസിനസ്സുകാരനും കൂടെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഒരു എന്താ പറയുക, ഒരു മാനേജ്മെന്റ് പ്രൊഫഷണൽ എന്ന് വേണേൽ പറയാം. അതെ, ഒരു ഓട്ടോമൊബൈൽ. അങ്ങനെ 2 മേഖലയിൽ നിൽക്കുന്ന, വിവിധ മേഖലകളുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കണം, നിൽക്കുന്ന ഒരാളാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ്സ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. I started my journey, Sujith, from 1990 onwards. 90. Popular Vehicles and Service-ലാണ് തുടങ്ങിയത്. ഒരു 3 years വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് എ ചാൻസ് ടു പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ്. അപ്പോൾ മാരുതി ആയിരുന്നു ആ ടൈമിൽ. ഓക്കെ, പോപ്പുലർക്ക് അത്രയും അതിന് മുമ്പ് തുടങ്ങിയതാണ്. ഐ തിങ്ക് ഫ്രം 1985 ഓൺവേർഡ്സ് മാർക്കറ്റിലുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു 3 കൊല്ലം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. വളരെ ഭാഗ്യമായിട്ട് തന്നെ പറയാം. ബിക്കോസ് ഐ സ്റ്റാർട്ടഡ് ആസ് എ ജൂനിയർ സെയിൽസ് മാനേജർ ദെയർ. കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി. പക്ഷേ ദാറ്റ് വാസ് എ ഡിഫറെൻറ്റ് മാർക്കറ്റ് ഓൾ ടുഗദർ. അന്ന് മാരുതി എന്ന് പറയുമ്പോൾ ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് കിട്ടുന്നൊരു വണ്ടിയാണ്. അതായിരുന്നു ആ ഒരു പീരീഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ 3 years സ്റ്റിങ് കിട്ടി എനിക്ക്. ഐ വർക്ക്ഡ് ഫോർ ഓൾമോസ്റ്റ് 3 years. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചാൻസ് ഇങ്ങനെ കിട്ടി.
മസ്കറ്റ് ടൊയോട്ടയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട്. മസ്കറ്റിലേക്ക് പോകുന്നു. മസ്കറ്റിലേക്ക്. അപ്പോൾ ആ കമ്പനിയുടെ പേര് സുഹൈൽ ആൻഡ് സൗത്ത് ഭവാൻസ് എന്ന്, വിച്ച് ഇസ് ഇൻ ഒമാൻ ഇറ്റ് സെൽഫ്. പക്ഷേ എന്താ പഠിച്ചതൊക്കെ? ഐ ഡിഡ് മൈ എഡ്യൂക്കേഷൻ +2 വരെയും കേന്ദ്ര വിദ്യാലയയിലായിരുന്നു, സെൻട്രൽ സ്കൂളിലായിരുന്നു. ആഫ്റ്റർ ദാറ്റ് ഐ ഡിഡ് മൈ BA എക്കണോമിക്സ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ദെൻ ഐ അപ്ലൈഡ് ഫോർ എ ജോബ് ബേസിക്കലി. അപ്പോൾ ഐ ഗോട്ട് ആസ് എ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് ഇവിടെ പോപ്പുലറിൽ കിട്ടി. അവിടെ നമ്മുടെ ജൂനിയർ സെയിൽസ് മാനേജറായിട്ടാണ് ഞാൻ ഫസ്റ്റ് പോസ്റ്റിങ്ങിൽ കയറുന്നത്. അപ്പോൾ ഈ വാഹന ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? എന്താ വെച്ചാൽ ചെറുപ്പം മുതൽ നമുക്ക് എല്ലാവരും പറയുന്ന പോലെയല്ല, ഈ വാഹനങ്ങൾ കാണുമ്പോൾ എന്താണ് ഈ വാഹനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി, ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഇതെങ്ങനെ ഓടുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്നൊക്കെ വെച്ചിട്ട്. അതുകൊണ്ട് എന്താ വെച്ചെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 89 ആയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ലൈസൻസ് എടുത്തു. 1989 തന്നെ ലൈസൻസും എടുത്തു. ഇതെടുക്കാണ്ട് ഇതിലേക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലെന്ന് എനിക്ക് ഓൾറെഡി മനസ്സിലായി. ബിക്കോസ് അൺലെസ് ഐ ഡ്രൈവ് ഐ കാൺട്ട് സേ ദ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് 89 തന്നെ ലൈസൻസും എടുത്തിട്ട് 1999 ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. പോപ്പുലർ വെഹിക്കിൾസ് സർവീസസിൽ മാമംഗലത്ത് തന്നെയാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അയാളുടെ ഗുഡ് ട്രെയിനിങ് വിച്ച് ഇസ് ഹാപ്പൻഡ് ഫ്രം ദെയർ. ബേസിക്കലി നമ്മൾ മോൾഡ് ചെയ്തെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഹൗ വി ഹവ് മോൾഡഡ് ഇൻ ടു സെയിൽസ്മാൻ. ഐ റൈറ്റ്ലി യൂസ് ദ വേർഡ് സെയിൽസ്മാൻ. അപ്പോൾ അവിടെ ഒരു 3 കൊല്ലം നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അവിടെ എന്തായിരുന്നു ആ സമയത്ത്? വാട്ട് വാസ് യുവർ പൊസിഷൻ? ജൂനിയർ സെയിൽസ് മാനേജർ. ഞങ്ങളുടെ കൂടെ കുറേ പേരുണ്ടായിരുന്നു. ഐ വാസ് വൺ എമംഗ് ദം. ഓക്കെ. അപ്പോൾ അവിടെ ഒരു 2 years കഴിഞ്ഞപ്പോൾ ഐ ഗോട്ട് പോസ്റ്റിംഗ് സെറ്റിംഗ് ആസ് എൻ ഇൻചാർജ് ഫോർ. യൂഷ്വലി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വരുന്ന ആൾക്കാരെല്ലാവരും സ്റ്റാർട്ടിങ് വിത്ത് സെയിൽസ്മാൻ. എക്സാക്ട്ലി. കാരണം സെയിൽസ് പഠിച്ചാലല്ലേ നമുക്ക് പിന്നെ വലുതാകുമ്പോഴത്തേക്കും താഴെയുള്ളവരെ സെയിൽസ് ചെയ്യിപ്പിക്കാൻ പറ്റും. കറക്റ്റ്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയൊരു പോസ്റ്റിനെ പറ്റി സുജിത്ത് പറഞ്ഞു. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ അപ്പോഴും അവരുടെ ഉള്ളിലുള്ള സെയിൽസ്മാൻ തന്നെയാണ് കേട്ടോ. പിന്നെ തീർച്ചയായും പൊസിഷൻസ് എന്ത് മാറിയാലും അവരുടെ ഉള്ളിലൊരു സെയിൽസ്മാൻ തന്നെയാണ് അറ്റ് എനി പോയിന്റ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മസ്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ അവിടെ പോയി. അപ്പം നോക്കിയപ്പോൾ എന്താണ് വേൾഡിൽ നമ്പർ 1 ബ്രാൻഡ് ടൊയോട്ടയിലാണ് തന്നെയാണ് നമുക്ക് അവസരം കിട്ടിയത്, സുഹൈൽ ആൻഡ് സൗത്ത് ഭവാൻസിൽ. അവിടെയും ഏകദേശം ഞാനൊരു 2.5-3 കൊല്ലം, 1 കൊല്ലം എനിക്ക് അവർക്ക് തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട് UAE ഷാർജയിൽ, ഡൈനാട്രേഡ് എന്ന് പറയും. അവിടെ ഏകദേശം 1 കൊല്ലം കിട്ടി. അങ്ങനെ ഈ ഒരു 6 years കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഏതായാലും ഇവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയെങ്കിൽ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോന്നാലോ എന്നുള്ള വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, നാട്ടിലേക്ക് വരാമല്ലോ വെച്ചിട്ടാണ്. ദാറ്റ്സ് എ ടൈം ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ഓപ്പണിംഗ് സ്ട്രേറ്റ് ആസ് എ സെയിൽസ് മാനേജർ ഇൻ PJ Ford. വൈറ്റ്ലി തന്നെ ആയിരുന്നു ഇത് ലൊക്കേഷൻ ഉണ്ടായിരുന്നു. കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്കന്ന്. PJ Ford ആയിരുന്നു. അവിടെ നിന്നപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനെ ടൊയോട്ട ഡീലർഷിപ്പ് കേരളത്തിൽ വരുന്നുണ്ട്. അതെടുത്തേക്കണത് ബാബു മൂപ്പൻ സാർ എന്ന് പറഞ്ഞ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ഹസ് ടേക്കൺ ദിസ്. എനിക്ക് അപ്പോഴും അറിയില്ലായിരുന്നു എന്താണെന്ന്. ഐ അപ്ലൈഡ് ഇറ്റ്. ഗോഡ് വില്ലിങ് ഐ ഗോട്ട് എ കോൾ. അപ്പോൾ ടൊയോട്ടയ്ക്ക് അന്നേരം ഡീലർഷിപ്പ് ഇല്ല ഇവിടെ? ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ടൊയോട്ട ഡീലർഷിപ്പ് ഓൾ ഇന്ത്യയിൽ വന്നത് year 2000 ആണ്. ഓ അത് ശരി. അപ്പോൾ ഐ പാസ് ദറ്റ് ഇൻ്റർവ്യൂ ആൻഡ് ഐ വാസ് സെലക്റ്റഡ് ആസ് എ സെയിൽസ് മാനേജർ. അപ്പോൾ ഞാൻ നിപ്പോൺ ടൊയോട്ട ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് October 1st, 1999. Still remember the date, 1999. I was the second employee of the company. ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു. വൺ ഓഫ് മൈ സർവീസ് കൊലീഗ് ഓൾസോ വാസ് ദർ. ഹി വാസ് നമ്പർ 1. ഞാൻ ഈ എന്തിനാണ് 1 and 2 എന്ന് പറയുന്നത്, എൻ്റെ നമ്പർ ഇന്നും നിപ്പോൺ ടൊയോട്ടയിൽ 2 ആണ്. എംപ്ലോയി നമ്പർ 2 ആണ്. അപ്പോൾ അന്ന് ആ ജേർണിയിൽ ഐ തോട്ട് ദെൻ ടൊയോട്ട കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നല്ലോ മസ്കറ്റിലെ. ഈ 1 ആരായിരുന്നു? 1 വാസ് മൈ ഓൺ കൊലീഗ് വാസ് വർക്കിംഗ് ഇൻ സർവീസ്. His name is Noble Jacob. He's still there, but he's in a different group now. ഞങ്ങൾ അവിടെ നിന്ന് പോയിട്ട് ഈ started his own businessഉം പിന്നെ വേറെ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വി ആർ ഇൻ സ്റ്റിൽ ഗുഡ് കണക്ട് വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എന്താ വെച്ചെങ്കിൽ ദെൻ ടൊയോട്ടയിലാണല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡുമാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഏത് ബ്രാൻഡ് വരുന്നത് എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ഇൻ്റർവ്യൂ. ഒരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ട്രെയിനിങ്ങിൽ വിളിച്ചു, ബാംഗ്ലൂരിലേക്ക് ട്രെയിനിങ് വിളിച്ചു പറഞ്ഞു, യു ബിൻ ഓൾ കോൾ ഫോർ എ ട്രെയിനിങ് ഇൻ ബാംഗ്ലൂർ, പ്ലീസ് അറ്റൻഡ് ഇറ്റ്. അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ക്വാളിസ് എന്ന് പറഞ്ഞ വണ്ടിയാണ് ആദ്യം കാണിച്ചത് ഞങ്ങൾ. ഞാൻ അവിടെ നിന്ന് വന്ന സമയത്ത് ധാരാളം പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട് മസ്കറ്റിൽ. എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്തൊരു വണ്ടികളും ഇല്ല. എല്ലാത്തരം വണ്ടികളുണ്ട്. ജപ്പാനിലുള്ള മിക്ക വണ്ടികളുടെയും 80% വണ്ടികൾ UAE അതേപോലെ ഒമാനിലും ഉണ്ട്. അപ്പം നോക്കിയപ്പോൾ ക്വാളിസിൻ്റെ വണ്ടി. അപ്പോൾ ഞങ്ങളെല്ലാം നോക്കി ആദ്യം വാട്ട് ഇസ് ദിസ് കാർ ഓൾ അബൌട്ട്. പക്ഷേ ടൊയോട്ടയുടെ പ്ലാൻ അതായിരുന്നില്ല. ടൊയോട്ട വാസ് ബ്രിങ്ങിങ് ദിസ് ക്വാളിസ് ബേസിക്കലി ടു ബിൽഡ് എ ബ്രാൻഡ് ഫോർ ഇന്ത്യ, സ്പെസിഫിക്കലി ഫോർ ഈച്ച് സ്റ്റേറ്റ്സ്. അപ്പോഴാണ് നിപ്പോൺ ടൊയോട്ട എന്ന് പറഞ്ഞ ഡീലർഷിപ്പിലേക്ക് എനിക്കൊരു അവസരം കിട്ടി. വി സ്റ്റാർട്ടഡ് ദി ജേർണി ഫ്രം 1991 1st October. പക്ഷേ ഈ പ്രോഡക്റ്റും ഡീലർഷിപ്പും നമ്മൾ ലോഞ്ച് ചെയ്തത് 2000 January 27th. So since then I am there with this dealership as sales manager. From there, if you really ask me, the journey was totally a different journey till date പറയുകയാണെങ്കിൽ. അതിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നിപ്പോണിൻ്റെ ഫസ്റ്റ് ഷോറൂം എവിടെയായിരുന്നു? നെട്ടൂരിലായിരുന്നു. നെട്ടൂരിൽ തന്നെ. അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം കൂടി ഉണ്ടായിരുന്നു. അന്നത് വന്ന സമയത്ത് ഒരു ബെഞ്ച് മാർക്കിംഗ് ആയിരുന്നു. വൈകിട്ടുള്ള ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചെല്ലുമ്പോൾ കാണാം
ട്രഡീഷണലായിട്ട് പണ്ട് നമ്മൾ കണ്ടു നിൽക്കുന്നത് ഷോറൂം ഒരു സ്ഥലത്താണെങ്കിൽ സർവീസും പാർട്സും കിട്ടുന്നത് വേറെ സ്ഥലത്തായിരിക്കാം. പക്ഷേ ഈ ടൊയോട്ട എന്താ ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ഒരു സിംഗിൾ റൂഫിൽ കൊണ്ടുവന്നിട്ട് ദേ കോൾഡ് ഇറ്റ് എസ് 3S, വിച്ച് ഇസ് കോൾഡ് എ സെയിൽ, സർവീസ് ആൻഡ് പാർട്സ് ഇൻ വൺ ലൊക്കേഷൻ. അപ്പോൾ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ ആൾക്ക് വണ്ടി പുതിയ എടുക്കുകയും ചെയ്യാം, സർവീസ് ചെയ്യുകയും ചെയ്യാം, അവിടെ തന്നെ പാർട്സും കാര്യങ്ങളും കിട്ടും, യു കൻ ടേക്ക് ദ ഡീൽ. അല്ലെങ്കിൽ രണ്ട് പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം എല്ലാ സ്ഥലത്തും അങ്ങനെയായി. പിന്നെ സ്പേസിൻ്റെ കൺസ്ട്രെയിൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഷോറൂമും നമ്മുടെ പാർട്സും സർവീസും പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഡൈനാമിക്സ് ഹസ് ടോട്ടലി ഗോട്ട് ചേഞ്ച്ഡ്. ഐ എം ടെലിംഗ് ഇനീഷ്യൽ ടൈം. അപ്പോൾ അതൊരു ബെഞ്ച് മാർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അന്ന് ഐ കുഡ് സീ ലോട്ട്സ് ഓഫ് വിസിറ്റേഴ്സ് യൂസ് ടു കം ടു എ ഷോറൂം. ഇതെന്താ സംഭവം, ഭയങ്കര ഹ്യൂജ് സൈസ് ആയിരുന്നേ ഫെസിലിറ്റി, ബട്ട് ഓൺലി പ്രോഡക്റ്റ് അതേപോലെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നും ഞങ്ങൾക്ക് ടൊയോട്ട മോട്ടോർ കോർപ്പറേഷനിൽ നിന്നും ഇമ്പോർട്ടൻറ്റ് VVIPs ടൊയോട്ടയിൽ നിന്ന് വരികയാണെങ്കിൽ ദേ കം ആൻഡ് സി യുവർ ഇയർ 2000 ഫെസിലിറ്റി ഒന്ന് കാണാറുണ്ട്. ഇറ്റ് ഇസ് സ്പിക്ക് ആൻഡ് സ്പാൻ ഈവൻ ടുഡേ. ഗ്രേറ്റ് എഫേർട്സ് ടു ദ ടീം ടു കീപ്പ് ഇറ്റ് അപ്പ്. ആൻഡ് ചെയർമാൻ വളരെ സ്പെസിഫിക് ആയിട്ട് വന്ന് ഒബ്സർവ് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു കാര്യം ഞങ്ങളുടെ ഈ ഫെസിലിറ്റിയും കൂടിയാണ്. ഹി ഗോസ് എവരിവെയർ, പക്ഷേ ഹി കംസ് ആൻഡ് ഹാവ് വിസിറ്റ് ഓൺ ദീസ് ഫെസിലിറ്റീസ് ഓൾസോ. ഓക്കെ. അപ്പോൾ അവിടുന്ന് ഈ ജേർണീനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ ക്വാളിസ് വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ക്വാളിസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് നമ്മൾ വേറെ വണ്ടികളാണ് ഞാൻ പേഴ്സണലി കണ്ടുവന്നത്. കസ്റ്റമേഴ്സും ചോദിക്കുന്നുണ്ട് ക്വാളിസ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ വി ഹാവ് ക്വാളിസ് ഓൺലി. പക്ഷേ ഒരു വലിയ കാര്യം ടൊയോട്ട ടൈമിൽ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാൻഡിങ്ങിനാണ് അവർ എടുത്തത്. ടൊയോട്ട ഇസ് ഇൻ ഇന്ത്യ കെയിം വിത്ത് ക്വാളിസ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ടാറ്റ സുമോ, അങ്ങനെ കുറച്ച് മഹീന്ദ്രയുടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. അപ്പോൾ ദിസ് വാസ് ആക്ച്വലി പ്രീമിയം കാർ, ലുക്സ് വൈസ് ഡിഫറെൻറ്റ്, പെർഫോമൻസ് ഡിഫറെൻറ്റ്, ആൻഡ് ദിസ് ഫ്രം ടൊയോട്ട. എന്ന് പറഞ്ഞാൽ ഗ്ലോബലി നമ്പർ 1 മാനുഫാക്ചറിങ് വന്നൊരു വണ്ടിയാണ് എന്നുള്ള രീതിയിൽ. അതുപോലെ ജപ്പാൻ എന്നുള്ളൊരു ലെഗസി. ആൻഡ് മാത്രമല്ല അന്നത്തെ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ അന്നത്തെ രീതിയിൽ കസ്റ്റമേഴ്സ് ഒന്ന് ചോദിക്കണതെല്ലാം വന്നിട്ട് ഞങ്ങൾക്കൊരു ടൊയോട്ട വണ്ടി വേണമെന്നാണ്. യു ഡോണ്ട് ബിലീവ് ഇറ്റ്, 3rd month onwards the booking got surged in such a level in Kerala. I could say 3 to 4 months to 1 year ഒക്കെയാണ് ചില മോഡൽ ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ സമയമുണ്ടായി. അതിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ ടൊയോട്ട എന്ന് പറയുമ്പോൾ അങ്ങനെ. പക്ഷേ ഞങ്ങൾ എന്താ അതിൽ ഞാനിപ്പോൾ വന്നിട്ടൊരു മറ്റേ ഹൈബ്രിഡ് ഏതെങ്കിലും ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു വർഷത്തൊക്കെ പറയത്തില്ലേ? അത് ശരിയാണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ ഇപ്പോഴത്തെ ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പോഴത്തെ ഡൈനാമിക്സ് ഒക്കെ ഒന്ന് മൊത്തം മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ഒരു പോയിന്റ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ തുടങ്ങിയത് ഇറ്റ്സ് എ വെരി ഹംബിൾ ബിഗിനിങ്. വി ഡിഡ് ഇറ്റ് ഇൻ നെറ്റൂർ വിത്ത് ഓൺലി ജസ്റ്റ് 33 ടീം മെമ്പേഴ്സ്. 33 പേര് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടീമിൽ, സർവീസും എല്ലാവരും കൂടെ ആയിട്ട്. വി ഡിഡ് ഓൺലി 2 ഡിജിറ്റ് ഫിഗേഴ്സ് ആയിരുന്നു, 50 വണ്ടി. പിന്നെ സ്ലോലി വെൻ ടു 90. ആ വർഷം December ഡിസംബർ ആയപ്പോൾ ഞങ്ങൾ 303 വണ്ടി ചെയ്തു. ഒരു മാസം 303 വണ്ടി. ഈ 303 എന്ന് പറഞ്ഞാൽ അന്ന് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഹയസ്റ്റ് ഫിഗർ ആയിരുന്നു. ബാക്കി എല്ലാവരും 2 ഡിജിറ്റ് ആയിരുന്നു. അന്ന് നമുക്ക് അന്നുണ്ടായിരുന്ന ലേറ്റ് വിക്രം കിർലോസ്കർ സർ അന്ന് ഞങ്ങളുടെ ഡീലർഷിപ്പിൽ വന്നു. ഞങ്ങളുടെ ടീം അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ടും എങ്ങനെ ചെയ്തു എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ദ ഡിസ്കഷൻ വിച്ച് യു വെന്റ് ത്രൂ. വാട്ട് ഐ എം ട്രൈങ് ടു സേസ്, അന്ന് മുതലേ ഞങ്ങളും ഞങ്ങളുടെ ടീമും എനിക്കും ഞങ്ങളുടെ ടോപ്പ് മാനേജും വിഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ദ ബെസ്റ്റ് ഇൻ ദി സ്റ്റേറ്റ്, ബെസ്റ്റ് ഇൻ സെല്ലിങ് അവർ പ്രോഡക്ട്സ്. അത് ഓൾറെഡി എല്ലാവർക്കും ടാഗ് ലൈൻ വീണു. എന്തുകൊണ്ട് ഞാൻ ഇത്രയും കാര്യം എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിപ്പോൺ ടൊയോട്ട നോക്കണമെങ്കിൽ 2850 സ്റ്റാഫ് ഉണ്ട്. നമ്മൾ 2850. എല്ലാം ഡയറക്റ്റ് സ്റ്റാഫ്സ്, പിന്നെ കുറച്ച് കോൺട്രാക്ട് സ്റ്റാഫ്സ് വേറെ ചില ജോബ്സിനൊക്കെ ഉണ്ട്. പക്ഷേ 2850 235 പേരും 20 മുതൽ 25 കൊല്ലമായിട്ട് ഇന്നും ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളത്. അതെന്തുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ആ ടീം മെമ്പേഴ്സിനെ കിട്ടിയേക്കുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചെങ്കിൽ ദേ വർ വിത്ത് us in the journey, joined as sales officer, some have become general manager sales, joined as back-end office, they have joined into as a cluster head and a zone heads. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആ ജേർണി അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ they learned everything with us. ഇതേപോലെയാണ് ഇഫ് യു ഗോ ടു താജ് ഹോട്ടൽസ്, അവിടെ ഇതേ സിസ്റ്റമാണ്. പിന്നെ അവിടെ ലൈക്ക് അത് താജ് മാത്രമല്ല, ടാറ്റയുടെ പല എന്റർപ്രൈസസിലും അങ്ങനെയൊക്കെ തന്നെയാണ്. സോ അത് ജീവനക്കാർക്ക് ഒരു സ്ഥാപനം കംഫർട്ടബിൾ ആയിട്ട് തോന്നിയാൽ മാത്രമേ അത്രയും ലോങ് ടേമിലൊക്കെ നിൽക്കാൻ പറ്റൂ. അതിൽ ഏറ്റവും വലിയ സ്വീറ്റ് എന്താ വെച്ചെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പ് വരും. ഇപ്പോൾ ആ ടീം എന്താ വിചാരിക്കുന്നത്, നെട്ടൂരിൽ വർക്ക് ചെയ്യുന്ന ടീമും കളമശ്ശേരി ഇപ്പോൾ ഞങ്ങളുടെ പുതിയ ഷോറൂമിൽ ഫ്ലാഗ്ഷിപ്പ് ഡീലർഷിപ്പ് വർക്ക് ചെയ്യുന്ന ഒരു ഓൺ ചെയ്യും റെസ്പോൺസിബിലിറ്റി. ദേ ബിക്കം ദ ഓണർ ഓഫ് ദ ഫെസിലിറ്റി ലൈക്ക്. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ചേഞ്ചിങ് പോയിന്റ്. അപ്പോൾ ഈ ഗ്രാജുവേഷൻ ഇവരിങ്ങനെ ചെയ്തു വരുമ്പോഴുള്ള അഡ്വാൻസ് ടീം കിട്ടിയേക്കുന്നത് അറിയോ, ദ ട്രസ്റ്റ് ആൻഡ് ദ ലോയലിറ്റി ബിറ്റ്വീൻ ദ ടീം ആൻഡ് ദ കസ്റ്റമർ ആക്ച്വലി ഗോസ് അപ്പ്. എന്നുവെച്ചാൽ ഈ കസ്റ്റമർ ഇപ്പം ഇന്നും എൻ്റെ ഒരു കാര്യം പറയുന്നത് 20 കൊല്ലം മുന്നാലുള്ള കസ്റ്റമർ ക്വാളിസ് മുതൽ ഞാൻ ഹൈക്രോസ് വരെ ഡെലിവറി കൊടുത്തിട്ടുണ്ട്, വെൽഫെയർ വരെ കൊടുത്തിട്ടുണ്ട് ചില കസ്റ്റമർ ഹൂം ഐ നോ പേഴ്സണലി. അപ്പോൾ അവർ പറയണം എന്താ പറയുള്ളൂ, വി കം ഹിയർ ടു ഡിസ്കസ് നോട്ട് അബൌട്ട് പ്രോഡക്റ്റ് എന്ന് തരാൻ പറ്റും. ബിക്കോസ് വി നോ വാട്ട് നിപ്പോൺ ടൊയോട്ട ഇസ് ഓൾ അബൌട്ട് ആസ് എ റെപ്യൂട്ടേഷൻ, ആസ് എ ബ്രാൻഡ്, ആൻഡ് വി ആർ ദ സെയിം പീപ്പിൾ കണ്ടിന്യൂയിങ് ദ ലെഗസി ഹിയർ വിത്ത് അസ്. ഇത് സെയിൽസിൽ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ സർവീസിലുണ്ട്.
ഓക്കെ. അപ്പോൾ കസ്റ്റമർക്ക് അതാണ് ഏറ്റവും ഒരു കംഫർട്ടായിട്ട് ഞാൻ ഫീൽ ചെയ്തേക്കണം, എനിക്കും മനസ്സിലാക്കണം അതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നെട്ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഷോറൂം. സോ താങ്കൾ അപ്പോൾ സർവീസ് മാനേജർ അന്ന് ഓൾ ഇന്ത്യയിൽ 13 ഡീലർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഓൾ ഇന്ത്യയിൽ 13 ഡീലർഷിപ്പ്, ഒരു ഡീലർഷിപ്പ് ഞങ്ങൾ ടൊയോട്ട. അപ്പോൾ താങ്കൾ അവിടെ സെയിൽസ് മാനേജറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സാക്ട്ലി. ഓക്കെ. നെക്സ്റ്റ് പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ നിപ്പോണിന്റെ ഗ്രോത്തും താങ്കളുടെ കരിയർ ഗ്രോത്തും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞു. ചെറുതായിട്ട് പറയുകയാണെങ്കിൽ 5th ഇയർ ഫ്രം ദ 2005 ഐ വാസ് ഗിവൺ ആസ് സീനിയർ സെയിൽസ് മാനേജർ. പക്ഷെ അപ്പോഴത്തേക്ക് എന്ത് വെച്ചാൽ ഞങ്ങൾക്ക് ഇന്നോവ എന്ന് പറഞ്ഞ പ്രോഡക്റ്റും കൂടെ ഞങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ജോയിൻ ചെയ്തു. കൊറോള എന്ന് പറഞ്ഞ പ്രോഡക്റ്റും കൂടെ ഞങ്ങൾക്ക് വന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻ, ദ പ്രോഡക്റ്റ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ഫ്രം 1 it became 3. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് CBU റൂട്ടിൽ വന്ന ക്യാമറയും ആ സമയത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഓവറോൾ വാട്ട് ഹാപ്പനിങ് ഫ്രം ദർ, ക്യാമറ CBU ആയിരുന്നു അല്ലേ? അന്ന് CBU ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അന്ന് CBU ആയിരുന്നു. ടുഡേ വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ ബാംഗ്ലൂർ ഇറ്റ് സെൽഫ്, സെയിം ഫാക്ടറി തന്നെ ചെയ്തു. അപ്പോൾ 2005 നിന്ന് പിന്നെ നമുക്കുണ്ടായിരുന്ന ബ്രാഞ്ചസ് സ്റ്റാർട്ടഡ് എക്സ്പാൻഡിങ്. ഈ 5 yearsൽ തന്നെ നമ്മൾ ഏകദേശം ട്രിവാൻഡ്രത്തേക്കും തൃശ്ശൂർ നമ്മൾ എക്സ്പാൻഡ് ആയി കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ മാർക്കറ്റ് റീച്ച് ഇസ് ഇംപ്രൂവ്ഡ്, കസ്റ്റമർ ബേസ് ഇസ് ഇംപ്രൂവ്ഡ് ആൻഡ് ഓൾസോ വോള്യൂംസ് ഹവ് ഗോൺ അപ്പ്, ബിസിനസ് ഇൻ ടു നെക്സ്റ്റ് ലെവലിലേക്ക് പോയി തുടങ്ങി പതുക്കെ. 2006 മുതൽ ഇന്നോവ കെയിം ഇൻ, ഞങ്ങൾക്ക് ആദ്യം വന്ന് ഇതെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ എന്തിനാ കോളേജ് മാറ്റിയെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കോളേജ് ഇത്ര നല്ല വണ്ടിയായിട്ട് നിങ്ങൾ എന്തിനാ മാറ്റിയെന്നായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതല്ല, ഇന്നോവ ലുക്സ് മച്ച് ബെറ്റർ നൗ, യു പ്ലീസ് ഡ്രൈവ് ദ കാർ. കസ്റ്റമർക്ക് പിന്നെ അന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായി, ടച്ച് ആൻഡ് ട്രൈ. ടച്ച് ആൻഡ് ട്രൈ എന്ന് പറഞ്ഞാൽ ഈക്വലി ഇന്നത്തെ ടെസ്റ്റ് ഡ്രൈവ് ആണ്. അന്നത്തെ വേർഡ് ടൊയോട്ട യൂസ് ചെയ്യുന്നത് ടച്ച് ആൻഡ് ട്രൈ എന്നാണ്. യു കം ടച്ച് ദ കാർ ആൻഡ് ട്രൈ ദിസ് കാർ ഔട്ട്, ബേസിക്കലി ഡ്രൈവ് ദിസ് കാർ. പക്ഷേ കസ്റ്റമർ കോളേജ് കഴിഞ്ഞ് അതേ കസ്റ്റമേഴ്സ് ഒന്ന് ഇന്നോവ ഓടിച്ച സമയത്ത് അവർക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് കാർ ഇസ് എ ഡിഫറെൻറ്റ് കാർ ഓൾ ടുഗദർ. അപ്പോൾ ഇതൊന്ന് ഏതൊരു ടൊയോട്ട പ്രോഡക്ട്സ് മാർക്കറ്റിലേക്ക് സെറ്റ് ആവാൻ ഇറ്റ് ടേക്സ് അബൌട്ട് 30 to 60 days ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോഡക്റ്റ്. വൺസ് ഇറ്റ് ഇസ് ത്രൂ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, then the orders start into the pipelines. എല്ലാ സ്റ്റോറി അങ്ങനെ തന്നെ ടൊയോട്ടയിൽ ഉണ്ടായിരിക്കണം. എനിക്ക് മാത്രമല്ല, ഇത് ഓൾ ഇന്ത്യ സിനാരിയോ അങ്ങനെയാണ്. ബട്ട് കേരള വാസ് ഓൺ ദ ലീഡ് ബിക്കോസ് 2-3 reasons. അതുകൊണ്ട് സുചിത്രത്തെ ഞാൻ പറയാൻ തന്നെ. ഫസ്റ്റ്, കേരള ഇസ് എ മാർക്കറ്റ് വെയർ വി ഹാവ് ദി NRIs ബേസിക്കലി. നമുക്കറിയാം വണ്ടീനെ പറ്റി അറിയാം. ഇവിടെ നിന്ന് ചോദിക്കണം ഇത് കിട്ടുമോ അത് കിട്ടുമോ ചോദിക്കുമ്പോൾ സാർ ഞങ്ങൾക്ക് ഇത് അവൈലബിൾ എന്ന് ഞങ്ങൾ പറയാറുണ്ട്. നമ്പർ 2, കേരള ഇസ് എ മാർക്കറ്റ് വെയർ കസ്റ്റമേഴ്സ് വാണ്ട് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇപ്പോഴും ഞാൻ പറയാം, കേരളം എന്ന് പറയുമ്പോൾ തന്നെ ക്വാളിറ്റി എന്നൊരു ഫാക്ടറിലേക്ക് പോകാറുണ്ട്. അത് എന്ത് കാര്യത്തിൽ, ഇപ്പോൾ ഓട്ടോമൊബൈൽ മാത്രമല്ല, FMG എടുത്തോട്ടെ, ഏത് പ്രോഡക്റ്റ് എടുത്തോട്ടെ, ക്വാളിറ്റി. തേർഡ്, ഇറ്റ്സ് എ ടെസ്റ്റിംഗ് മാർക്കറ്റ്. കേരള ഇസ് പ്രിഫറബിളി എ ടെസ്റ്റിംഗ് മാർക്കറ്റ് ഫോർ മോസ്റ്റ് പ്രോഡക്റ്റ് ലൈൻസ്. അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ ഈ മാർക്കറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ പല മാനുഫാക്ചറേഴ്സിനും പല OEMസിനും ദിസ് ബിക്കംസ് എ ബേസ്. കേരള സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നാലാമത്തെ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ദേ വുഡ് ലൈക്ക് ടു ഹാവ് സംതിങ് വിച്ച് ഇസ് ടോൾഡ് അസ് ഡ്യൂറബിലിറ്റി ആൻഡ് റിലയബിൾ പ്രോഡക്ട്സ് വേണമെന്നുണ്ട്. ക്വാളിറ്റി മാത്രമല്ല, അപ്പോഴാണ് ടൊയോട്ട പ്രോഡക്റ്റ് ഞങ്ങൾക്കൊരു തീം ഉണ്ടെന്നത് QDR, ഇസ് കോൾഡ് എസ് ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി ആൻഡ് റിലയബിലിറ്റി. ഞങ്ങളുടെ അടുത്ത എല്ലാ കസ്റ്റമേഴ്സും ഇത് ഇന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് QDR. ഓക്കെ. അപ്പോൾ അങ്ങനെ 5 yearsൽ ലൈക്ക് യു ഗോട്ട് പ്രൊമോട്ടഡ് സീനിയർ സെയിൽസ് മാനേജർ. അത് ഞാൻ ജേർണി അവിടെ വിട്ടുപോയി. അവിടുന്ന് another 5 years ആയപ്പോൾ തന്നെ വി ഗോട്ട് ബ്രാഞ്ചസ് വന്ന സമയത്ത് എന്ന് വെച്ചെങ്കിൽ ഐ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് മൈ ഓൺ ടീം ഡൗൺ ദ ലൈൻ, ഗെറ്റിംഗ് ദ പ്രൊമോഷൻ ഓഫ് സെയിൽസ് മാനേജേഴ്സ്. So naturally, എനിക്കും I have to go up the ladder. I became the deputy GM, that is deputy general manager ആയിട്ട് പോസ്റ്റിംഗ് കിട്ടി തുടങ്ങി. So more responsibilities, more teams, more targets and more branches to work. അങ്ങനത്തെ ജേർണി കണ്ടിന്യൂഡ് ആൻഡ് യു വിൽ നോട്ട് ബിലീവ് ഇറ്റ്. ബൈ ദ ഇയർ 2012 ആയപ്പോൾ, ഞങ്ങൾ 2011 ആണ് ഞങ്ങളുടെ പുതിയ കളമശ്ശേരി ഞങ്ങൾ ഡീലർഷിപ്പ് തുടങ്ങിയത്. വിച്ച് ഇസ് ആക്ച്വലി അതൊരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. ഏഷ്യയിലെ ബിഗ്ഗസ്റ്റ് എന്ന് ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഡേറ്റാസ് ആർ പ്രൂവൺ ലൈക്ക് ദാറ്റ്. ബിഗ്ഗസ്റ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞത്. ടൊയോട്ട ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കളമശ്ശേരിയിലെ ഫെസിലിറ്റി ഓൺലി ഫോർ ടൊയോട്ട. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം, ഇത് ടൊയോട്ടയുടെ ഹെഡ് ഓഫീസ് ആണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സാർ ഹെഡ് ഓഫീസ് ഇവിടെ അല്ല, കസ്റ്റമേഴ്സ് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതല്ല ഞങ്ങളുടെ ഹെഡ് ഓഫീസ്. നമ്മൾ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്, ഒരു വാഹനത്തിന്റെ സെയിൽസ് ആൻഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ഇല്ല, കറക്റ്റ്. പക്ഷെ നമുക്കിത് ഇതേപോലെ കാണുന്നത്, നമ്മുടെ ചെയർമാൻ ആക്ച്വലി ഇസ് എ പേഴ്സൺ ഹു ട്രാവൽസ് എ ലോട്ട്. He was giving one example like Manhattan, USലെ മാൻഹട്ടനിൽ ചെല്ലുമ്പോൾ we have Mercedes and BMW showrooms, which is actually coming in layers അവിടെ. ഞങ്ങളും പോയി കണ്ടിരുന്നു. I also had an opportunity to go to the same place with our chairman. അപ്പോൾ നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായി ഇതേ രീതിയിൽ. പക്ഷേ ഞങ്ങൾ ചെയ്തേക്കണെന്ന് വെച്ചെങ്കിൽ നമ്മളുടെ എൻറ്റയർ ഡീലർഷിപ്പ് ഈ കാണുന്നത് 11 സ്റ്റോറിയാണ്, 11 ഫ്ലോർസ് ഉണ്ട്. എല്ലാ സ്ഥലത്തും കണക്റ്റഡ് ആണ് വിത്ത് ദർ ഇസ് എ റാമ്പ് വിച്ച് ഇസ് ദർ വിച്ച് ഇസ് ഗെറ്റിംഗ് കണക്റ്റഡ്. അപ്പോൾ ഞങ്ങൾ ഡിഫറൻറ്റ് വെച്ചേക്കണം. ഏറ്റവും അടിയിൽ ബോഡി ആൻഡ് പെയിൻറ്റ് റിപ്പയറിംഗ്, നടുക്ക് വരുമ്പോൾ മെക്കാനിക്കൽ. തേർഡ് വി ഹാവ് എ ബാക്ക് ഓഫീസ്. ഫോർത്ത് വി ഹാവ് ദ ഷോറൂം. ഫിഫ്ത്ത് വി ഹാവ് ദി കോൺഫറൻസ് റൂം. ആൻഡ് സിക്സ് വി ഹാവ് യൂട്രസ് ഡിവിഷൻ ആൻഡ് റീസ്റ്റൈലിംഗ് ഡിവിഷൻ. കറൻ്റ്ലി ഇപ്പോൾ നമ്മൾ 8ൽ വി ഹാവ് ദ കോൾ സെൻറ്റർ.
ബാക്കി ഇപ്പോൾ ഇല്ല, ബ്ലാങ്ക് ഔട്ട് ആയിട്ട് കിടക്കാൻ. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ഇസ് ഫുള്ളി വർക്കബിൾ ആൻഡ് ഫുള്ളി ഡേ ടു ഡേ ഓപ്പറേഷൻ നടക്കുന്ന ഒരു ഫെസിലിറ്റി. പക്ഷേ വെളിയിൽ നിന്ന് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നില്ല, ഒരിക്കലും മനസ്സിലാവില്ല. ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ദാറ്റ് ഇസ് എ വിഷൻ ഓഫ് എ ചെയർമാൻ. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ യു വോണ്ട് ടു ബിൽഡ് സംതിങ് റിയലി ഗുഡ് ഫോർ കേരള. യുനോ ടൊയോട്ട ആസ് എ ബ്രാൻഡിൻ്റെ ഒരു എന്താണ് ഒരു കോൺഫിഡൻസ് ആണ് കാണിച്ചേക്കുന്നത്. ദാറ്റ്സ് ദ ബിൽഡ്. അപ്പം ഡെപ്യൂട്ടി ജനറൽ മാനേജറായി. യെസ്. അതിനുശേഷം അവിടുന്ന് ഞാൻ പറഞ്ഞ ഒരു ഈ ഫെസിലിറ്റി, നമ്മുടെ കളമശ്ശേരി ഫെസിലിറ്റി വന്നപ്പോൾ വി ഹാഡ് ഓൾറെഡി എക്സ്പാൻഡ് ക്വൈറ്റ് എ ലോട്ട് വിത്ത് അബൌട്ട് 13 ഫെസിലിറ്റീസ് ആ ടൈമിൽ വന്നു കഴിഞ്ഞു. സോ ഐ വാസ് പ്രൊമോട്ടഡ് ആസ് എ VP സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് റാദർ. അപ്പോൾ അവിടുന്ന് ദ ജേർണി ബിക്കെയിം മോർ ഈസിയർ എന്നല്ല, ഇറ്റ് ബിക്കെയിം മോർ ഡൈനാമിക്. എന്ന് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നമ്പേഴ്സ് കൂടുക മാത്രമല്ല, വി ഹാവ് എ സെറ്റ് ഓഫ് ടീം ഹൂസ് വർക്കിംഗ് വിത്ത് അസ്. അപ്പോൾ ഈ ടീമിനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ലൈനേജ് ഉണ്ടല്ലോ, വിച്ച് ബിക്കംസ് വെരി എസെൻഷ്യൽ ഫോർ ഓൾ ഓഫ് അസ്. അപ്പം ഞാൻ എൻ്റെ സ്ട്രെങ്ത് കാണുന്നത് മൈ ഗ്രോത്ത് ഓർ നിപ്പോൺ ടൊയോട്ടാസ് ഗ്രോത്ത് ഇസ് പ്യൂർലി ബിക്കോസ് ഓഫ് ദി ഫെൻറ്റാസ്റ്റിക് ആൻഡ് ദ ബെസ്റ്റ് ടീം ഐ ഹാവ്. പിന്നെ ചെയർമാൻ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് ബെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഐ നീഡ് ടു അപ്രീഷിയേറ്റ് ഓൺ ഓൾ ദാറ്റ്. തേർഡ്, വി ഹാവ് എ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് മാനേജ്മെൻറ്റ് ഓൾസോ ടു ടേക്ക് കെയർ. അപ്പോൾ ഇതിനെല്ലാം ഞാൻ പറയാൻ കാര്യം വെച്ചെങ്കിൽ ദെൻ കംസ് ദർ ആർ 2 ways. 2 വേ ഉണ്ട് ഞങ്ങൾ പറയുന്നതിൽ. ഒന്ന് പറയുന്നത് ടൊയോട്ട വേ ആണ്, വിച്ച് ഇസ് ബീൻ taught us from Toyota itself. Then we have a Nippon way. എന്നാൽ ഞങ്ങൾ ഈ നിപ്പോൺ വേ പറയാൻ കാര്യം വെച്ചെങ്കിൽ ദറ്റ് ഇസ് പ്രിസൈസ്ലി വാട്ട് ദ മാർക്കറ്റ് വാണ്ട്സ്. ദറ്റ് വി ഹിയർ മോർ ഫ്രം ദ കസ്റ്റമർ, വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ കസ്റ്റമർ വാണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഗ്രൗണ്ട് ലെവൽ ഉള്ള റിയാലിറ്റി വിച്ച് മൈ ടീം ബ്രിങ്സ് ടു ഓൾ ഓഫ് അസ്. വി പുട്ട് ഇൻ എ ടേബിൾ, ടേക്ക് ദീസ് ഫീഡ്ബാക്സ്. സം ആർ ദയർ ടു ടൊയോട്ട ടു ബി കറക്റ്റഡ്, സം വി ഹാവ് ടു കറക്റ്റ് ഇന്റേണലി. അപ്പോൾ എന്താ പറ്റുന്ന അറിയോ, ഒരു ബേസ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ദെൻ ഇറ്റ് ബിക്കംസ് മോർ ഓഫ് എ മാനേജ്മെൻറ്റ് ലൈക്ക് ഒരു കോളം. പിന്നെ എവരിബഡി അണ്ടർസ്റ്റാൻഡ്സ് ഈച്ച് അതർ മോർ ബെറ്റർ. എല്ലാ ടീമിനെയും ഞങ്ങൾ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യും. ഞങ്ങൾക്ക് തന്നെ ഒരു ഇന്നോസ് ട്രെയിനിങ് ഉണ്ട്. ഓക്കെ. സർവീസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സർവീസിൻ്റെ ഒരു കാര്യം കൂടെ സുജിത്ത് പറയാം. ഞങ്ങൾക്ക് 377 സർവീസ് ബേസ് ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ 700 മുതൽ 800 വണ്ടിയാണ് ഇൻടേക്ക് എടുക്കുന്നത് ഫോർ സർവീസ്. ഓൾ കേരള ഫ്രം തൃശ്ശൂർ ടു ട്രിവാൻഡ്രം ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റി. ആക്ച്വലി ഇപ്പോൾ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം ആണ് ഞാൻ പറയുന്നത്. 45 ഫെസിലിറ്റി ചെറുതും വലുതുമായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഞങ്ങൾ ഒരു ദിവസം എടുക്കുന്ന സർവീസിന് 700 മുതൽ 800 വണ്ടികളാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ 95 to 96% സെയിം ഡേനെ പോകും. ചില വണ്ടികൾ മേ ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് ഓർ എ ഡേ ആഫ്റ്റർ. അതിന് വേറൊരു ഫെസിലിറ്റി കൂടെ ഞങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കസ്റ്റമർ എമർജൻസി സർവീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് സംതിങ് കോൾഡ് എമർജൻസി എക്സ്പ്രസ് മെയിൻ്റനൻസ്. E60, E90, E120. E60 എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക്കൽ മെയിൻ്റനൻസ്. ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവരണം, അർജൻറ്റായിട്ട് പോകണം, യെസ് കം ഓൾ ദ വേ ഹിയർ ആൻഡ് ഈസ് ഹാവിങ് സം ഷോപ്പിംഗ് ടു വിടാൻ. കൊച്ചി ആണെങ്കിൽ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, 1 hourനുള്ളിൽ വണ്ടി തിരിച്ച് കസ്റ്റമർ കൊടുക്കാം. ഈ ക്യാൻ ഹാവ് എ കോഫി, സിറ്റ് ഇൻ എ കസ്റ്റമർ ലോഞ്ച്, ദെൻ യു ക്യാൻ ടേക്ക്. ഇതൊരു എക്സ്പീരിയൻസ് ആണ് വിച്ച് ഐ തിങ്ക് വി ആർ ഗിവിംഗ് ഇറ്റ് ആൻഡ് ഇറ്റ് ഇസ് വിത്ത് ദ ഫുൾ സപ്പോർട്ട് ഓഫ് ടൊയോട്ട. നമ്പർ 2, കുറച്ച് ജോബ് കൂടെ അതിന് ഞങ്ങൾ കണ്ടുപിടിച്ചെങ്കിൽ കുറച്ച് കോളും കൂടെ ഞങ്ങൾ അപ്രൂവൽ എടുക്കും കസ്റ്റമറിൻ്റെ. ദാറ്റ് ഗോസ് ടു ദ നെക്സ്റ്റ് ലെവൽ കോളേഴ്സ് എക്സ്പ്രസ് മെയിൻ്റെ EM90ലേക്ക് പോകും. അതിലും കുറച്ചുകൂടെ മേജർ ആണെങ്കിൽ 120ലേക്ക് പോകും. പക്ഷേ ഈ 60, 90, 120 മിനിറ്റ്സ് ഞാൻ പറഞ്ഞതില്ല, വി ആർ വെരി ക്ലിയർ ഫ്രം ദ റിസപ്ഷൻ ടിൽ ദ ഡെലിവറി ഓഫ് ദിസ് കാർ. അപ്പോൾ ഇത് ഒരു യുണീക്ക് പ്രോസസ്സാണ്. അത് ഇതിൽ കസ്റ്റമേഴ്സ് ബിലീവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴെന്ന് വെച്ചെങ്കിൽ വി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് എ വെരി ഗുഡ് ഇൻപുട്ട് ഫോർ ദിസ് പെർട്ടിക്കുലർ മെയിൻ്റനൻസ് സർവീസിനെ പറ്റി. ഇതെല്ലാം ഞാൻ പറഞ്ഞ പീരിയോഡിക് മെയിൻ്റനൻസ് ആണ്. ഇതിൽ നമ്മൾ വർക്കർ കണ്ടുപിടിക്കും, കസ്റ്റമർ വിളിച്ചിട്ട് വി എക്സ്പാൻഡ് ദാറ്റ്. ബട്ട് വി വോണ്ട് ടു സീ ദാറ്റ് ദ സെയിം ഡേ ദ വെഹിക്കിൾ ഇസ് ഔട്ട് ഫോർ ദ കസ്റ്റമർ ഡ്രൈവ് ബാക്ക്. ഓക്കെ. ഏത് വർഷമാണ് അപ്പം ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയത്? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ട് ലാസ്റ്റ് 2 years ആയിട്ടുണ്ട്. 2 years. ലാസ്റ്റ് 2 years. ഓക്കെ. ആ ഒരു പൊസിഷനിലേക്ക് വന്നപ്പോഴത്തേക്കിനുമുള്ള ഒരു ഇതെന്തായിരുന്നു? സുജിത് ആസ്ക്ഡ് മീ എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ബട്ട് ഇത് പ്യൂർലി മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല. ബിക്കോസ് മാനേജ്മെൻറ്റ് സ്റ്റൈൽ നമുക്ക് മാറ്റാം. നിപ്പോൺ സ്റ്റൈലിൽ നമ്മൾ പറയുകയാണെങ്കിൽ 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ടീം ഞങ്ങളെ തന്നെ അറിയുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കാര്യത്തിലേക്കും ഞങ്ങളൊന്നും ഉദ്ദേശിച്ച ആസ് എ ടീം ഞങ്ങൾക്ക് വേറെ ഒരു ഡെഫിനേഷൻ വേണ്ട. ദേ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി സ്പീക്ക് ടു ദം, ദ ലാംഗ്വേജ്. സെക്കൻഡ്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പം ലൈക്ക് എല്ലാ ദിവസവും പ്രോബ്ലംസ് ഉണ്ടാവും. ലെറ്റ് മീ പുട്ട് ദാറ്റ് വേ. പ്രോബ്ലംസ് ഇസ് ഗിവിംഗ് മീ എ ചാൻസ് ഓഫ് എൻ ഓപ്പർച്യൂണിറ്റി. ഓക്കെ. പ്രോബ്ലം പിന്നെ നെക്സ്റ്റ് പറയുന്നത് ദർ ഇസ് എ ഗ്യാപ്പ്, സോ ദാറ്റ്സ് വെ ദ പ്രോബ്ലം കെയിം ഇൻ. ഓക്കെ. തേർഡ്, ഞങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ പ്രോബ്ലത്തിന് എന്താ വെച്ചെങ്കിൽ ഒരു മാനേജ്മെൻറ്റ് കോൾ എന്ന് പറഞ്ഞാൽ ദിസ് പ്രോബ്ലം മസ്റ്റ് നോട്ട് റിപ്പീറ്റ് അഗെയിൻ. സോ ദാറ്റ്സ് എ ഹോൾ തിങ്. സോ പ്രോബ്ലം വരുന്നത് ടൊയോട്ട എന്ന് പറയുന്നത് അറിയോ, പ്രോബ്ലം മീൻസ് ദർ ഇസ് എ ഓപ്പർച്യൂണിറ്റി വിച്ച് ഇസ് കമ്മിങ് ടു യു. ആ പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ വെരി ഷുവർ വി ആർ ഗെറ്റിംഗ് ഇൻ ടു നെക്സ്റ്റ് ലെവൽ. ശരിക്കും പല ഏരിയകളും അൺടാപ്ഡ് ഉണ്ടാവും, അവിടെ നിന്നാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഈ അൺടാപ്ഡ് ഏരിയ ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്ത് മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ വിൽക്കാം. ഇവിടെ ഒരു മോഡൽ ഓഫ് സക്സസ് ഉണ്ട് ഞങ്ങൾക്ക് നിപ്പോണിൽ. വാട്ട് ഇസ് ദാറ്റ് ഇസ്, ഒരു ടാർഗറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വി ഡോണ്ട് ജസ്റ്റ് ഗിവ് ദ ടാർഗറ്റ് ആൻഡ് വി ഡോണ്ട് ബാക്കപ്പ് എന്നല്ല. ആ ടാർഗറ്റ് ഡേ വൈസ് ബ്രേക്ക് ചെയ്തിട്ട്
വീക്ക് വൈസ് അനലൈസ് ചെയ്തിട്ട് വി ഡു എ മോണിറ്ററിങ് എൻറ്റയർ സിസ്റ്റം. ഇറ്റ്സ് ഓൾ ഡൺ ത്രൂ, കറൻ്റ്ലി ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡൺ ത്രൂ സിസ്റ്റം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സെയിൽസ് ഓഫീസർ എന്ത് കൊടുത്തു, അപ് ടു ദ ജനറൽ മാനേജർ ലെവൽ വി ക്യാൻ സീ എവറിത്തിങ് ഇൻടാക്ട്. ഇതിനെ ബേസ് ചെയ്ത് വി ഡോണ്ട് സ്പെൻഡ് മച്ച് ടൈം ടുഡേ ബിക്കോസ് യു നോ ടെക്നോളജി ഹസ് ഗോട്ട് അഡ്വാൻസ് ടു ദറ്റ് ലെവൽ. ഇൻ എ 5 minutes മാറ്റർ വി ക്യാൻ റിസോൾവ് ലോട്ട്സ് ഓഫ് തിങ്സ് ടുഡേ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ടൊയോട്ട പറയുന്ന ഒരു സംഗതിയായിരുന്നു, ഗെൻജി ഗെൻബെറ്റ്സു എന്ന് പറയും, ഒരു ജാപ്പനീസ് വാക്കാണ്. ഗോ ടു ദ പ്ലേസ്, അനലൈസ് ആൻഡ് ദെൻ കം ബാക്ക്, ഗെൻജി ഗെൻബെറ്റ്സു. അതേപോലെ വേറൊരു വാക്കും കൂടിയുണ്ട് ഞങ്ങൾ വിച്ച് വി ആർ യൂസിങ്, ഇറ്റ് ഇസ് കോൾഡ് എസ് കൈസൻ. കൈസൻ എന്ന് വേറെ ഒന്നുമില്ല, കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ്, വിച്ച് വിൽ ലീഡ് യു ടു ഗിവ് ബിഗ് തിങ്സ് ഇൻ ലൈഫ്. പക്ഷേ ഓൾ ഓഫ് എ സ്റ്റഡി യു കാൻ ജംപ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ചിൽ യു ക്യാൻ കണ്ടിന്യൂസ് ഇമ്പ്രൂവ് ഇറ്റ്. തേർഡ്, നിപ്പോൺ മാനേജ്മെൻറ്റ് എപ്പോഴും ആവശ്യപ്പെടുന്ന രണ്ട് കാര്യമാണ്. വൺ ഇസ് ഇന്നോവേഷൻ. വാട്ട് എവർ യു ട്രൈ ടു ഡു, ഇന്നോവേറ്റ് ദറ്റ് ഇൻ ദ സ്റ്റൈൽ വാട്ട് യു വാണ്ട് ആൻഡ് യു മസ്റ്റ് ബി ക്രിയേറ്റീവ് ഇനഫ്. അപ്പോൾ ഇതുകൊണ്ട് എന്താ വെച്ചെങ്കിൽ വി ആർ ബൈൻഡിങ് ആൻഡ് ബ്രിങ്ങിങ് എ ടീം വിച്ച് ഇസ് ഫ്യൂച്ചർ റെഡി. അതാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഫ്യൂച്ചർ റെഡിയാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നോ ബഡി ഈസ് ഡിപ്പെൻഡ് ഓൺ എനിത്തിങ്. ലോട്ട്സ് ഓഫ് തിങ്സ് ആർ കമ്മിങ് ത്രൂ റിപ്പോർട്ട്സ്, ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ഇസ് പാസ് ടു ഹിം ആൻഡ് ഹി നോസ് വാട്ട് ടു ബി ഡൺ. ബട്ട് ഏറ്റവും വലിയൊരു കാര്യം ഇതിലൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ വി ഹാവ് ടു ഹിയർ ക്ലോസ്ലി വാട്ട് ദ കസ്റ്റമർ സേസ്. ആ വോയിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ നിപ്പോൺ ടൊയോട്ട. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇഷ്ടംപോലെ കാര്യങ്ങൾ വരും, അതിലൊരു കാര്യമാണ് കസ്റ്റമർ വോയിസ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് വി ഡു ടേക്ക് ദറ്റ് മച്ച് റെസ്പോൺസിബിലിറ്റി ഓൺ ദാറ്റ്. ഓക്കെ, ഹൗ ഈസ് യുവർ ഡേ ഇൻ യുവർ ഓഫീസ്? ലൈക്ക് ഒരു COO എന്നുള്ള രീതിയിൽ ഹൗ ഇസ് യുവർ ടിപ്പിക്കൽ ഡേ ഇൻ ഓഫീസ്? ഈ 26 കൊല്ലവും 9 മണി എന്നുള്ള ടൈം പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 9 മണിക്ക്, ഞങ്ങൾക്കെല്ലാം പഞ്ചിങ് സിസ്റ്റം ഉണ്ട് അവിടെ, ഇലക്ട്രോണിക്കലി പഞ്ചിങ് സിസ്റ്റം. 9 o'clock എന്നൊരു ടൈം അടിച്ചാൽ വി ആർ ഓൾ ദർ. ചിലപ്പോൾ 1 minute 2 minute ബിക്കോസ് ഓഫ് ട്രാഫിക്. ബട്ട് 99.99 യു ക്യാൻ സേ മീ കമ്മിങ് അറ്റ് 9. എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഐ മസ്റ്റ് ബി എ റോൾ മോഡൽ ഫോർ മൈ ടീം. ഞങ്ങൾ കൃത്യം 9:05 ഞങ്ങളുടെ മോർണിംഗ് മീറ്റിംഗ് തുടങ്ങണം അവിടെ. ദറ്റ്സ് എ ഡേ സ്റ്റാർട്ട്സ്. അപ്പോൾ മിക്ക നടത്തുന്ന ജനറൽ മാനേജേഴ്സും ക്ലസ്റ്റർ ആൻഡ് സോൺ ഹെഡ്സ് ആയിരിക്കും. ഫ്രീക്വൻ്റ്ലി ഓൾസോ ഡ്യൂ ടു വിസിറ്റ്. എന്തിനാണെന്ന് വെച്ചെങ്കിൽ ഹൗ ദേ കണ്ടക്ട് എ മീറ്റിംഗ്, ഇസ് ദർ എനി ഗ്യാപ്പ് ആൻഡ് ഷോർട്ട് ഫോൾ, എനി സപ്പോർട്ട് നീഡഡ് ഫ്രം ദി ടോപ്പ് മാനേജ്മെൻറ്റ്, വി ഡു ടേക്ക് ഇറ്റ് അപ്പ്. അപ്പോൾ ഞാൻ 9:15 വന്നെങ്കിൽ അവർ 9:30 വരുള്ളൂ. ടീമിൻ്റെ ഇന്നത്തെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണല്ലോ. സോ വി ഓൾ, ഞാൻ മാത്രമേ, എൻ്റെ മാനേജ്മെൻറ്റ് കൂടെ ഉള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും 9 മണിക്ക് തന്നെ വരും. ദാറ്റ്സ് എ ഫസ്റ്റ് ചേഞ്ച് പോയിന്റ് വിച്ച് വി ഹാവ്. ആൻഡ് ഞങ്ങളുടെ ചെയർമാൻ ഒരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി കംസ് 15 minutes ബിഫോർ ദ മീറ്റിംഗ് ടൈം ഇറ്റ് സെൽഫ്, അൺലെസ് ദർ ഇസ് എ ലേറ്റ്, അല്ലെങ്കിൽ ഹി കംസ് ബിഫോർ ടൈം. അത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ ദീസ് ഓൾ ഷോസ് ദ ഡിസിപ്ലിൻ on the punctuality. Because I must not wait somebody's time. Yes. Correct? And I'm respecting if I come in time. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. If I come in time, ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ 11 മണി പറഞ്ഞു, he came at 10:45 and we started at 11. Exactly. അപ്പോൾ അദ്ദേഹം 11 മണിക്ക് വരുന്നുണ്ടെങ്കിൽ we'll be starting at 11:15 or 11:30. So I want to respect Sujith also, your time and the time given to me. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. So that's how it goes. Second, നമ്മൾ നോക്കുന്നത് next we get 15 minutes on the reports about all branches. തൃശ്ശൂർ, ട്രിവാൻഡ്രം, എല്ലാ സാധനം നമ്മുടെ മൊബൈലിലുണ്ട്, നമ്മുടെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലും. ഇറ്റ് കംസ് ഇൻ മിനിറ്റ്സ് ടു അസ്. എവിടെയാണ് ഏരിയ ഓഫ് കൺസേൺ, ലൈക്ക് ഫോർ വി മാർക്കറ്റ് ഇൻ ഗ്രീൻ, യെല്ലോ ആൻഡ് റെഡ്. First I get into the red to discuss in what is the solution we wanted there. Then get into the yellow line. Yellow line എന്ന് പറഞ്ഞാൽ ഒരു മീഡിയോക്കർ പെർഫോമൻസ് ചിലതെല്ലാം ഉണ്ടാവും, ചിലതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പക്ഷേ ഗ്രീനിൽ വി ഡു അപ്രീഷിയേറ്റ് ദം, കോൾ ആൻഡ് അപ്രീഷിയേറ്റ്, യു ഡൺ എ ഫാന്റാസ്റ്റിക് ജോബ്, പ്ലീസ് ഗോ ഹെഡ്. അപ്പോൾ ദിസ് ഇസ് എ ഡേ, ഒരു ഉച്ച വരയ്ക്കൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ പോകും. ഓക്കെ. ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് വി പ്ലാൻ എ ഡേ വൈസ്. പിന്നെ ഞങ്ങൾ ഉച്ചയായിട്ട് ഞങ്ങൾ ഇരിക്കണം തരുമോ, ഓരോ ഡേയിന് കൊടുത്ത്, ഇപ്പോൾ ഞാൻ സെയിൽസ് കൈകാര്യം ചെയ്യുകൊണ്ട് ഞാൻ പറയണം, ഡേ വൈസ് ഉള്ള പ്ലാനിൽ ഇസ് ദർ സംതിങ് വിച്ച് വി നീഡ് ടു സപ്പോർട്ട് ദം. അപ്പോൾ ചിലപ്പോൾ കുറച്ച് റിക്വസ്റ്റ് വരും, കുറച്ച് സപ്പോർട്ട്സ് വേണമെന്ന് പറയും, കുറച്ച് കാര്യങ്ങളുണ്ടാവും, അതിൽ ചില പ്രോബ്ലംസ് ഉണ്ടാവും, വെരി ഓണസ്റ്റ്ലി. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ റിസോൾവ് ചെയ്യുന്ന ഒരു പീരീഡാണ്. ബിഫോർ മേ ബി 2 o'clock 3 o'clock വി റിസോൾവ് ദിസ്. ആൻഡ് ദ നെക്സ്റ്റ് ബാക്കിയുള്ള 2 മണിക്കൂർ ഇസ് ആക്ച്വലി വാട്ട് വി ആർ ഡൂയിങ് ടുമോറോ എന്നുള്ളൊരു പ്ലാൻ വരും ഞങ്ങൾക്ക്. സോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇസ്, ഇപ്പോൾ നാളെ ഇന്നൊരു 4 മണിയാകുമ്പോൾ എനിക്കറിയാം വാട്ട് ഇസ് എ പ്ലാൻ ഫോർ ടുമോറോ, വാട്ട് ഇസ് എ പ്ലാൻ ഫോർ ദ റീറ്റെയിൽ, ഹൗ മെനി വെഹിക്കിൾസ് ആർ ഗെറ്റിംഗ് ബുക്ക്ഡ്, എല്ലാം ഒരു ഡീറ്റെയിൽസ് നമുക്ക് റൈറ്റ് ഫ്രം എൻക്വയറി ടിൽ ഡെലിവറി വരയ്ക്കും ഞങ്ങൾ പറയുന്ന ഒരു മോഡലുണ്ട്, ഒരു മോണിറ്ററിംഗ് ഷീറ്റ് വിച്ച് കംസ് ടു ഓൾ ഓവർ. ആൻഡ് ദിസ് അവൈലബിൾ നോട്ട് ഓൺലി വിത്ത് മീ, ഇത് ഞങ്ങളുടെ സെയിൽസ് ഓഫീസർ ലെവൽ വരയ്ക്കും, അതത് ലെവലിലേക്കുള്ള ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് ഇത് ഡ്രിൽ ഡൗൺ ആണ്. ഇപ്പോൾ ഓൺ ആൻഡ് ആവറേജ് ഇപ്പം നിപ്പോൺ ടൊയോട്ട ഒരു മാസം കേരളം മുഴുവൻ എത്ര വണ്ടി സെയിൽ ചെയ്യുന്നുണ്ട്? ഞങ്ങൾ, ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ സുജിത് ചോദിച്ചത്. ഒരു മാസം ഞങ്ങൾ ആവറേജ് ഇപ്പോൾ 1200 വണ്ടി കൊടുക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ കുറേ കോഡീലേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ മേ ബി 3 years വി ഡിഡ്ന്റ് ഗെറ്റ് ദറ്റ് നമ്പർ 1 പൊസിഷൻ ഇൻ ഓൾ ഇന്ത്യ ഫോർ റീറ്റെയിൽസ്. 3 കൊല്ലം മാത്രം. ഇൻ ദിസ് 25 years സ്പാൻ 22 years നിപ്പോൺ ടൊയോട്ട നമ്പർ 1 ആണ് റീറ്റെയിൽ സെയിൽസിൽ. ആൻഡ് റീറ്റെയിൽ സെയിൽസിന് മാത്രമല്ല, ആഫ്റ്റർ സെയിൽസ് ഓൾസോ വി ആർ നമ്പർ 1. Okay, so are you heading only sales?
ഐ എം ഹെഡിങ് ഓൺലി സെയിൽസ് ആസ് അപ്പോൾ സർവീസിന് വേറെ തന്നെ സർവീസിന് എനിക്ക് വി ഓൾസോ ഹാവ് മൈ കൊലീഗ് മിസ്റ്റർ അരുൾ ടേക്സ് കെയർ അബൌട്ട് സർവീസ്. പുള്ളിയാണ് ഹെഡ് ചെയ്യണത്. ബട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ഈ മാനേജ്മെന്റ് ഡിസ്കഷൻസിൽ വി ആർ ഓൾ ഇൻ ദ സെയിം കോർ ടീം. ഞങ്ങൾക്കൊരു വിഷണറി ഒരു കോർ ടീമുണ്ട്. ആ കോർ ടീമിൽ എവറിബഡി കംസ് ആൻഡ് ഡിസ്കസ് ഇൻ ദ സെയിം പോയിന്റ്. Lots I can discuss about sales there, he can discuss about service to me. എന്നാൽ ഇതൊരു കൊലാബറേറ്റീവ് എഫേർട്ടിലാണ്. അതിന് ടൊയോട്ടയിൽ പറയുന്നൊരു വാക്കാണ് ഹൻസ ചു റെങ്കെ എന്ന് പറഞ്ഞാൽ കൊലാബറേറ്റീവായിട്ട് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഹാസ് ടു വർക്ക് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് നിപ്പോൺ ടൊയോട്ട ആൻഡ് ഫോർ ടൊയോട്ട. അതുകൊണ്ട് വി വർക്ക് ഓൺ ദാറ്റ് മോഡൽ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ബാക്ക് ടു നിപ്പോൺ. നിപ്പോൺ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ്, ലൈക്ക് യു ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് മാനേജ്മെൻറ്റ് അലോട്ട്. 26 വർഷം മുമ്പ് ജോലിക്ക് കയറി, സെക്കൻഡ് എംപ്ലോയി ആയിട്ട് ജോലിക്ക് കയറി. സോ when did you first meet Babu Moopen? ഇന്റർവ്യൂ സമയത്ത് കണ്ടിരുന്നു. He comes every day. And how is your relation for last 26 years? It's going very very strong. Okay. In the sense രണ്ടു മൂന്ന് കാര്യങ്ങൾ എനിക്ക് ചെയർമാൻ വേണ്ടി പറയാണ്ടിരിക്കാൻ പറ്റില്ല. He is a person who keeps the complete discipline for his team. And ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പറയണതിൽ തന്നെ 15-20 മിനിറ്റ് മുന്നിൽ ചെയർമാൻ എത്തുകയാണെങ്കിൽ ഞങ്ങളൊരു 15 മിനിറ്റ് മുന്നിൽ എത്തണമല്ലോ. സോ ദാറ്റ് ഇസ് വാട്ട് ദി ക്ലാസിഫിക്കേഷൻ ദർ ഇസ്. നമ്പർ 2, നമ്മളുടെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനി ടൈം വി ക്യാൻ നോക്ക് ദ ഡോർ, സേ ടു ഹിം ഡയറക്ട്ലി, നോട്ട് എൻ ഇഷ്യൂ. തേർഡ്, ഞാൻ പറഞ്ഞ മാതിരി കുറേ സ്ഥലങ്ങൾ ചെയർമാൻ ട്രാവൽ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ട്രാവൽ ചെയ്യാറുണ്ട്. ഒരു റീസെൻ്റ് ഒരു കാര്യം പറയാം, വിച്ച് ഹാപ്പൻ ഇൻ ദ ഇയർ 2022. ഞങ്ങളുടെ ചെയർമാൻ ആക്ച്വലി ഒരു സ്പോർട്സ്മാനും കൂടിയാണ്. ഈസ് ഗുഡ് ഇൻ ഹിസ് ക്രിക്കറ്റ് ആൻഡ് ഈസ് ഗുഡ് ഇൻ ഹിസ് ഫുട്ബോൾ. അപ്പോൾ പല വേൾഡ് കപ്പ് മാച്ചസിലെല്ലാം മിക്ക വേൾഡ് കപ്പ് മാച്ചസിനും ചെയർമാൻ പോകാറുണ്ട്. സെമി അല്ലെങ്കിൽ ഫൈനലിൽ ഈ ഈൽ ബി ദയർ ടു വിറ്റ്നസ് ദിസ്. അപ്പോൾ ഈ 2020 മുമ്പുള്ള വേൾഡ് കപ്പ് നടന്ന സമയത്ത് ഹി ഓൾറെഡി മെയ്ഡ് എ ഡെസിഷൻ ദാറ്റ് ഇനി ഞാൻ കൊണ്ടുപോകണം എൻ്റെ ടീമിനെയും കൂടെ ഞാൻ ഫുട്ബോൾ കാണിക്കും എന്നുള്ളൊരു തീരുമാനം മനസ്സിലെടുത്താണെന്ന് ഞാൻ മനസ്സിലാക്കണേ. പക്ഷേ 2019 വി നോ 2020 വി ഹാവ് കോവിഡ് വിച്ച് കെയിം ഇൻ. തവണ പോകുന്നുണ്ടോ? ഈ തവണ പോകുന്നില്ല. ഈ തവണ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ വന്നുകൊണ്ടാണ്. ലോട്ട്സ് ഓഫ് മീറ്റിംഗ് അസൈൻഡ്. അപ്പോൾ കോവിഡ് വന്ന സമയത്താണ് വി ആർ ഫൈനലൈസിങ് ഹൗ വിൽ വി ടേക്ക് ഇറ്റ് ഫോർവേഡ്. ആരും കോവിഡ് സമയത്ത് രണ്ട് കാര്യം മാറ്റി വെച്ചിരുന്നു. പലരും സാലറി പോലും കൊടുക്കണ്ടായിരുന്നില്ല. ബട്ട് അവർ ചെയർമാൻ ഗേവ് ദി എൻറ്റയർ സാലറി ടു ഓൾ ഓഫ് അസ്. അന്ന് എല്ലാവർക്കും അറിയാലോ, വർക്ക് ഫ്രം ഹോം ആയിരുന്നു ടോട്ടലി. ഞങ്ങളുടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ പ്യോർലി ഇറ്റ്സ് എ ടച്ച് ആൻഡ് ഡ്രൈവ്. വി നീഡ് ടു ബി അവൈലബിൾ ഇൻ ദ ഷോറൂം ടു ഷോ കേസ് ദ കാർ ആൻഡ് ഡെലിവറി എല്ലാം ഉള്ളതുകൊണ്ട് ദറ്റ് വാസ് ഗിവൺ. അന്ന് ഞങ്ങൾ പോലും അറിഞ്ഞില്ല. പെട്ടെന്ന് ചെയർമാൻ പറഞ്ഞു, ദിസ് ഇയർ 2022 ഖത്താർ വേൾഡ് കപ്പ് ഐ വിൽ ബി ടേക്കിംഗ് മൈ ടീം എന്ന് പറഞ്ഞു. പക്ഷെ അപ്പം നമ്മൾ വിചാരിച്ച ഒരു 10-15 പേരെയൊക്കെ കൊണ്ടുപോകുമായിരിക്കും എന്നുള്ള ഞങ്ങളുടെ ആദ്യത്തെ ഇത് പോയത്. പക്ഷേ ചെയർമാൻ പിന്നെ അനൗൺസ് ചെയ്തത്ര 200 പേരെയാണ് പുള്ളി 2 മാച്ചായിട്ട് കൊണ്ടുപോയത്. ആൻഡ് ഐ വാസ് എ പാർട്ട് ഓഫ് ദി അർജൻറ്റീന മാച്ച്. ബാക്കി 100 പേര് ബ്രസീൽ മാച്ചിനാണ് പോയത്. വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ഇസ് തിങ്കിങ് ഇസ് ദാറ്റ് ആ ലെവലുള്ള തിങ്കിങ് ആണ്. ഇപ്പോൾ 200 അത് കഴിഞ്ഞിട്ട് ഐ ഹാഡ് ലോട്ട്സ് ഓഫ് കോൾ. ഐ തിങ്ക് ചെയർമാനും കുറേ നമ്മളറിയുന്ന കസ്റ്റമർ 200 പേര് നിങ്ങൾ എങ്ങനെ പോയെന്ന് ചോദിച്ചു. സ്പെഷ്യൽ ചാർട്ടേഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ്സ് വി സ്റ്റേഡ് ഇൻ, ബിക്കോസ് അവിടെ റൂംസ് ഒന്നും കിട്ടാണ്ടായില്ല. സോ വി സ്റ്റേഡ് ഇൻ ദുബായ്. ആൻഡ് ദുബായിൽ നിന്ന് ഞങ്ങൾ ആ മാച്ച് ടൈമിന് മാത്രം അങ്ങോട്ട് പോകും. ദെൻ വി കം ബാക്ക്. ഇത് അവിടെ റൂംസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ ദിസ് ഇസ് എ ലെവൽ ഐ എം ടെലിങ് ഇറ്റ്. ആൻഡ് നെക്സ്റ്റ് അതിൽ ഏറ്റവും ഞങ്ങളെല്ലാവരും ഈ ഓട്ടോമൊബൈലിൽ ഇതായതുകൊണ്ട് ചെയർമാൻ ഒരു കാര്യം കൂടെ ചെയ്തു, അത് ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അബുദാബിയിൽ ദർ ഇസ് സംതിങ് കോൾഡ് ഡബ്ല്യു ഹോട്ടൽ. അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ പിന്നെ റേസ് ട്രാക്ക് ഉള്ളത് ഫോർ ദി ഓൾ ദി സ്പോർട്സ് കാർസ്, ഫോർമുല ഡ്രൈവ് കാർസ്. ഞങ്ങൾ വിൻഡോന്ന് കാണുന്നതെന്നറിയോ, ഈ റേസ് നടക്കണം രാവിലെ മുതൽ, ആ ഒച്ചയും ബഹളവും പുകയും ഇതൊക്കെ. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ഹി നോസ് ദ പൾസ് ഓഫ് ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ആൻഡ് ഇറ്റ് ഡസ് എക്സാക്ട്ലി ദ സെയിം. അപ്പോൾ 200 പേര് ഞാൻ എടുത്തു പറയാൻ വെച്ചെങ്കിൽ കോൾസ് ഹാവ് സ്റ്റാർട്ട് കമ്മിങ് ആഫ്റ്റർ ദാറ്റ് ഹൗ യു ഗോട്ട് ഇറ്റ് എന്നുള്ളതാണ്. 200 പേരെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളത്. ഈ മേഡ് ഓൾ ദി എഫേർട്ട് ടു സീ ദാറ്റ് ഈ ടേക്ക് ദിസ് ടു 100. ഇത് ഗ്രൂപ്പിൽ നിന്നാണ് കേട്ടോ, നിപ്പോൺ ടൊയോട്ട മാത്രമല്ല, ഫ്രം അവർ എൻറ്റയർ ഗ്രൂപ്പിൽ നിന്നാണ് എടുത്തത്. ഓക്കെ, സോ ഈ നിപ്പോൺ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ വി ഹാവ് ലോട്ട്സ് ഓഫ്, ഇപ്പം ഒന്ന് ടൊയോട്ട ഉണ്ട് ആൻഡ് വി ഹാവ് ലെക്സസ്. ലെക്സസിലും ഞാൻ രണ്ട് എൻറ്റിറ്റിയാണ്, പക്ഷേ ഇറ്റ്സ് ബോത്ത് കമ്മിങ് അണ്ടർ നിപ്പോൺ ടൊയോട്ട ആസ് സച്ച്. ഓക്കെ, പിന്നെ ഉള്ളത് ഞങ്ങൾക്ക് ഇൻചിയോൺ കിയ എന്നുണ്ട്, വിച്ച് ഇസ് എ കിയ ഡീലർഷിപ്പാണ്. പിന്നെ ഉള്ളത് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് നാളായി നമ്മൾ തുടങ്ങിയിട്ട്, ഫ്യൂ ഇയേഴ്സ് ആയിട്ടുണ്ട്. പിന്നെ ലക്സോൺ മോട്ടോഴ്സാണ് ഏറ്റവും ലേറ്റസ്റ്റ് തുടങ്ങിയിരിക്കുന്നത്. ഇതല്ലാണ്ട് വളരെ റീസെൻ്റ് നമ്മളിപ്പോൾ മഹീന്ദ്രയുടെ ഒരു ഓട്ടോബാൻ മഹീന്ദ്ര എന്ന് തുടങ്ങിയിട്ടുണ്ട് Q1 പാലാരിവട്ടത്ത്. ഓക്കെ, വിച്ച് ഇസ് ഡൂയിങ് ഫാന്റാസ്റ്റിക് സെയിൽസ് നോ. നല്ലപോലെ വേറെ ഒന്നല്ല എല്ലാ പിന്നെ അവരുടെ കൂടെ ഞാൻ പറയാൻ വിട്ടു, ദാറ്റ് ഈസ് ഭാരത് ബെൻസിൻ്റെ നമ്മൾ ട്രക്സ് ഉണ്ടല്ലോ, അത് നമ്മളെ ഡീൽ ചെയ്യണം, ഓട്ടോബാൻ ട്രക്കിംഗ് കോർപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ഈ എല്ലാ ബിസിനസ്സുകളും ഇസ് ഡൺ ബൈ ബാബു സാർസ് സൺ ഇൻ ലോസ് ബേസിക്കലി. അപ്പോൾ നെയിം ഷാവുൽ സാറാണ് നോക്കുന്നത് കിയ, ആൻഡ് ആതിഫ് മൂപ്പൻ സാറാണ് നോക്കുന്നത് ടാറ്റ,
ആൻഡ് ഫർസാർ സർ, മുഹമ്മദ് ഫർസാർ സർ നോക്കുന്ന വന്നിട്ട് ഓട്ടോബാൻ ട്രക്കിംഗ് കേരളത്തിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലുണ്ട്. സോ ആസ് സച്ച് ഇഫ് യു റിയലി ലുക്ക് ഇൻ ദ ഗ്രൂപ്പ് ഇസ് ടു ബിഗ് ടുഡേ. എല്ലാ മാനുഫാക്ചറേഴ്സ് OEM-ലും വി ആർ നമ്പർ 1. അത് ബൈ ദ ഗ്രേസ് ഓഫ് ഓൾമൈറ്റി ആൻഡ് ബൈ ദ വിഷൻ ഓഫ് അവർ ചെയർമാൻ വി ആർ നമ്പർ 1 ഇൻ ഓൾ ദീസ് പാരാമീറ്റേഴ്സ് ഓഫ് അവർ മാനുഫാക്ചറേഴ്സ്. എല്ലാത്തിലും ഞങ്ങൾ നമ്പർ 1 തന്നെയാണ്. അത്രയും ഞാൻ സ്ട്രോങ് ആയിട്ട് പറയാം. നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ എല്ലാത്തിലും നമ്പർ 1 ആണെന്ന് പറഞ്ഞല്ലോ. ഈ നമ്പർ 1 ആയിട്ട് നിൽക്കുമ്പോൾ ഭയങ്കര പ്രഷറല്ലേ? പ്രഷറാണ്. സോ ഹൗ ഡു യു മാനേജ് ദാറ്റ്? കാരണം ഇത് നമ്പർ 1 ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്പർ 1 ആകാൻ വേണ്ടി നമ്മൾ പുറകെ ഓടുമ്പോൾ ഓക്കെ അത് നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്പർ 1 ആയി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പ്രഷറാണ്. വാട്ട് യു ടോൾഡ് ഇസ് എ വെരി വെരി ഫാന്റാസ്റ്റിക് എന്നാണ് ഒരു കാര്യം കൊണ്ട് ചോദിച്ചേക്കണത്. വൺസ് യു റീച്ച് ദെയർ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്തേക്കണമെന്ന് വെച്ചെങ്കിൽ വി ആർ ഡൺ ലോട്ട്സ് ഓഫ് എന്താണ് മാനേജ്മെൻറ്റ് സ്കില്ല് തന്നെ ഞാൻ പേഴ്സണലി പറയുള്ളൂ. അതിനകത്ത് പ്യുവർലി മാനേജ്മെൻറ്റ് സ്കില്ല് തന്നെ. ഒന്ന് ലോട്ട്സ് ഓഫ് തിങ്സ് വി ഹിയർ ഇറ്റ് ഫ്രം കസ്റ്റമർ സൈഡ് ടു കീപ്പ് അപ്പ് ദാറ്റ്. അപ്പോൾ ഞാനീ പറഞ്ഞ മാതിരി നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, പ്രോബ്ലംസ് ഗിവ് മീൻ ഓപ്പർച്യൂണിറ്റി. വി വിൽ ഹാവ് മോർ ആൻഡ് മോർ ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദാറ്റ്. സെക്കൻഡ് നമ്മൾ എടുക്കുന്നത് വെച്ചെങ്കിൽ ഇതിൻ്റെ സ്റ്റൈൽ ഓഫ് ഓപ്പറേഷനാണ്. ബേസിക്കലി വെച്ചെങ്കിൽ എല്ലാവർക്കും നമ്മളൊരു ഓണർഷിപ്പ് എംപവർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഓരോ ബ്രാഞ്ചിലെ ക്ലസ്റ്റർ ഹെഡ്സിലാണെങ്കിലും സോൺ ഹെഡ്സ് ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ മാതിരി അവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഓണർഷിപ്പ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദേ ഓൺ ദാറ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ വൺ ഇസ് ദറ്റ് ഓണർഷിപ്പ്. സെക്കൻഡ് ഇസ് ദേ ടേക്ക് എ ഡെസിഷൻ ബേസ്ഡ് അപ്പോൺ എംപവർമെൻറ്റ് ഗിവൺ ടു ദം. അതല്ലെങ്കിൽ ഇതെല്ലാം ഗ്യാപ്പ് വരും. ഇപ്പോൾ ഇന്ന് എല്ലാവരും നോക്കുന്ന ഒരു വലിയ സംഭവമാണ് ടാറ്റ് എന്ന് പറയും, ടേൺ അറൗണ്ട് ടൈം. ഇഫ് ഐ ഗെറ്റ് യു സംതിങ് അറ്റ് വാട്ട് ടൈം ആർ യു ഗെറ്റിംഗ് ബാക്ക് ടു മീ, ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ ഈ ടേൺ അറൗണ്ട് ടൈം എല്ലാം ഓണർഷിപ്പും എംപവർമെൻറ്റ് കൊടുത്താലേ നടക്കൂ. ദറ്റ് ഇസ് ബീൻ അസൈൻ ടു ദം. സെക്കൻഡ്, അവർക്കൊരു ഫ്രീഡം ഓഫ് വർക്കിംഗ് മോഡൽ ഇസ് ബീൻ ഓൾറെഡി സെറ്റ് ടു ദം. ഇനി ഞങ്ങളുടെ ഓൺ സിസ്റ്റത്തിൽ തന്നെ അത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇഫ് എ പേഴ്സൺ വർക്ക്സ് ഇൻ എ ബ്രാഞ്ച് ഹി ഹാസ് ദ കംപ്ലീറ്റ് ലിബർട്ടി ടു ടേക്ക് എ കോൾ വിതിൻ ഹിംസെൽഫ്. റൈറ്റ് ഫ്രം ഞാൻ ചെറുത് പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ ആൻഡ് ഫൈനലൈസിങ് ദി നമ്പേഴ്സ് ഇൻ ദറ്റ് ലൊക്കേഷൻ പോലും ആൾക്ക് സെൽഫായിട്ട് വിതിൻ ദ ടീം എല്ലാ ബ്രാഞ്ചസിലും അവരായിട്ടൊരു കോർ ടീമുണ്ട്. സോ ഇറ്റ് ഹെഡ്സ് അബൌട്ട് 4-5 പീപ്പിൾ, ദ കീ ഡിപ്പാർട്ട്മെൻറ്റ്. അവർക്ക് അവരുടെ ഡിസിഷൻ എടുക്കാം. എനിത്തിങ് ബിയോണ്ട് ദറ്റ് വിൽ ബി എസ്കലേറ്റഡ് ഇൻ ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതുള്ളതുകൊണ്ടെന്ന് വെച്ചെങ്കിൽ ദേ ക്യാൻ റൺ ഫോർ ഇറ്റ്. നെക്സ്റ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ ഐ വിൽ കീപ് ദീസ് നമ്പേഴ്സ് പ്യുവർലി ഈ മോണിറ്ററിങ്, അനലൈസിങ് ആൻഡ് ഓൾസോ ഗിവിംഗ് ദ ഫീഡ്ബാക്കിൽ മാത്രമേ ഈ നമ്പർ 1 നിർത്താൻ സാധിക്കുകയുള്ളൂ. ബിക്കോസ് പ്രോഡക്ട്സ് ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ചേഞ്ച്ഡ്. ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 12 പ്രോഡക്റ്റ് ലൈൻ ടൊയോട്ടയ്ക്കേ ഉള്ളൂ, 6 പ്രോഡക്റ്റ് ലൈൻസ് ലെക്സസുണ്ട്. ലെക്സസ് പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. റീസെൻ്റ്ലി വി ലോഞ്ച് ദി ES-ൻ്റെ 500E ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ടപ്പ്. ഇതിന് ഇലക്ട്രിഫിക്കേഷൻ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ റെസ്പോൺസ് ഇസ് റിയലി ഗുഡ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചെങ്കിൽ ഇത്രയും പ്രോഡക്റ്റ് ലൈനിൽ വെച്ച് നമ്മൾ വർക്ക് ചെയ്യാൻ. സോ ഞങ്ങൾ കണ്ടുവന്നിരിക്കുന്ന ഒരു പോയിൻ്റ് എന്താ വെച്ചെങ്കിൽ ടൊയോട്ട പ്രോഡക്ട്സിന് ഇന്നും ഒരു ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണ് കസ്റ്റമേഴ്സ് ആർ സ്റ്റിൽ കമ്മിങ് ബാക്ക് ടു അസ്. പിന്നെ ഒരു കസ്റ്റമറെ ഞങ്ങൾ വിളിച്ചു ചോദിക്കുകയാണ് 3 കൊല്ലം കഴിയുമ്പോൾ, സാറിൻ്റെ വണ്ടി മാറ്റാനായോ എന്ന് ചോദിച്ചാൽ പുള്ളി പറയുന്നതിൻ്റെ അടുത്തൊരു ആൻസർ എന്തറിയോ? എൽഡോ വണ്ടി പുതിയതുപോലെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഞാനിത് ആക്ച്വലി പറയാതിരിക്കുമായിരുന്നു. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എടുക്കുന്ന വണ്ടി, പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല, എൻ്റെ ജീവിതത്തിൽ ആദ്യം എടുക്കുന്ന വണ്ടി മാരുതി 800 ആണ്. ഇറ്റ്സ് എ ഗുഡ് കാർ ഓഫ് കോഴ്സ്. 1 വർഷം ഞാൻ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ട് ആൾട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുന്നത് നമ്മളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി കൂടെ നോക്കിയല്ല വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം എൻ്റെ കരിയറിൽ ഗ്രോത്ത് വന്നു. അപ്പോൾ എനിക്ക് അത് അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ സെലറിയോ എടുത്തു, മാരുതി 3 വണ്ടി. പിന്നെ അതിനുശേഷം മാരുതിയോട് എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ എടുത്തത് ഫോർഡ് എക്കോസ്പോർട്ട് എടുത്തു. അപ്പോൾ കുറച്ചും കൂടെ പൈസ കൂടുതലുള്ള വണ്ടിയാണ്, കുറച്ചുകൂടെ കംഫർട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ MG ഹെക്ടർ എടുത്തു, അത് കുറച്ച് നാൾ ഉപയോഗിച്ചു. അതിനുശേഷം ഞാൻ ടാറ്റ ഹാരിയർ എടുത്തു, അത് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചു. എല്ലാം ഓരോ വർഷം കേട്ടോ ഉപയോഗിക്കുന്നത്, എല്ലാം ഓരോ വർഷമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ ഹാരിയർ മാത്രം എനിക്ക് തോന്നുന്നു 2 വർഷം എന്തോ ഉപയോഗിച്ചുള്ളൂ. ഹാരിയർ കയ്യിലുള്ളപ്പോൾ തന്നെയാണ് ഞാൻ ഫോർച്യൂണർ എടുക്കുന്നത്. ഫോർച്യൂണർ പറയുമ്പോൾ ഇതിനൊരു കാര്യം പറയാം, ഞാൻ കൃത്യം ഡേറ്റ് വേണമെങ്കിൽ പറയാം. യുവർ റിലവൻ്റ്ലി എനിക്ക് തോന്നുന്നത് 30th September 2022 ഞാനും ഫിസിക്കൽ ഡെലിവറി ഉണ്ടായിരുന്നു. എനിക്ക് കെയിം വിത്ത് യുവർ ഫാമിലി ദാറ്റ് ടൈം. 22-നാണോ? 2022. ഞാൻ കൃത്യം വർഷം പറയാം. 4 കൊല്ലമായോ? 3 കൊല്ലം കഴിഞ്ഞു. 30th September 2022 കളമശ്ശേരി ഞങ്ങൾ ഡെലിവറി തന്നത്. ഞാനും ഉണ്ടായിരുന്നു ആ ഡെലിവറി ടൈമിൽ, അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ കാരണം, ഇപ്പോൾ എനിക്ക് 4 കൊല്ലമായിട്ട് ഞാൻ ഒരു വണ്ടി മാറിയിട്ടില്ല. ഞാൻ എല്ലാ വർഷവും വണ്ടി മാറിക്കൊണ്ടിരുന്ന ആളാണ്. എനിക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ടൊയോട്ടയിൽ ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഏത് വണ്ടിയാണ് ഉള്ളത്? അല്ലെങ്കിൽ ഞാൻ ലെക്സസ് എടുക്കണം. എൻ്റെ അത്രയും പൈസ ഇല്ല. ഐ ഡോണ്ട് വാണ്ട് ടു സ്പെൻഡ് അത്രയും പൈസ ഓൺ എ കാർ.
കാരണം ഞാനിപ്പോൾ അധികം എങ്ങും പോകുന്നില്ല. അപ്പോൾ ഈ 4 കൊല്ലം കൊണ്ട് ഞാൻ ഈ വണ്ടി ആകെ 70,000 കിലോമീറ്റർ ഓടിച്ചു, അത്രേ ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിപ്പോഴും ഇപ്പോൾ നമുക്ക് ലഡാക്ക് പോകണോ, ഐ എം റെഡി വിത്ത് മൈ കാർ. ഞാനത് കണ്ടിട്ടുണ്ട്. ദ വേ യു ട്രാവൽ ടു നോർത്ത് ഈസ്റ്റ് ആൻഡ് ഓൾ ദീസ് പ്ലേസസ്. ഇപ്പോൾ ഈ വണ്ടിയും കൊണ്ട് ലഡാക്ക് പോകണം, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട, ഇന്ധനം അടിച്ചാൽ മാത്രം മതി. പ്രശ്നമേ ഉള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഡെഫ് നടക്കാൻ പറയും, ആഡ്ബ്ലൂ നടക്കാൻ പറയും, അത് മാത്രമേ പ്രശ്നമുള്ളൂ. ആ ടാങ്ക് ഇച്ചിരി ചെറുതാ, അതേ ഉള്ളൂ പ്രശ്നം. അത് നമ്മൾ കൈ കരുതണം, കാരണം എപ്പോഴും എല്ലായിടത്തും ചിലപ്പോൾ ആഡ്ബ്ലൂ കിട്ടിയെന്ന് വരില്ലല്ലോ. അതല്ലാതെ വേറെ ഒരു വണ്ടിക്ക് എന്താ, അതൊരു പ്രശ്നമൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ DPF അത് നടക്കണമല്ലോ, അത് ചെറുതാ ടാങ്ക്. അതല്ലാതെ വേറൊരു കുഴപ്പമില്ല വണ്ടിക്ക്. വണ്ടി ഇപ്പോൾ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാം. കാരണം ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് വേറൊരു ബ്രാൻഡും യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഞാൻ കണ്ടു വണ്ടി നിൽക്കുന്നത്. ഇറ്റ് ലുക്സ് ക്ലാസി. ഞാൻ വണ്ടിയിൽ ഒരു മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. ആകെ ചെയ്തിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു ലൈറ്റ് ഫോഗ് ലാമ്പ് വെച്ചു. ബിക്കോസ് യു ട്രാവൽ ഓൺ ഒരു ഫോഗി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മിസ്റ്റേക്ക്. അതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് തന്നെയാണ്. ഈവൻ ടയർ പോലും എല്ലാം ടയർ ഒരു തവണ മാറി. ഒരു 40,000 കിലോമീറ്റർ അത്രേ ഉള്ളൂ. അത്രയൊക്കെ ലൈഫ് കിട്ടുന്നുണ്ട്. പിന്നെ സർവീസിൻ്റെ കാര്യം പോകുമ്പോഴത്തേക്കിനും ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന പല വണ്ടികളുടെയൊക്കെ അതേയൊക്കെ ഞാൻ പറയാം, ഒരു മാരുതി 800-ഉം ആൾട്ടോയും സെലറിയും ഉപയോഗിക്കുന്ന ആൾക്കറിയാം എത്ര രൂപ സർവീസ് ചാർജ് വരും എന്നുള്ളത്. അതിനെക്കാട്ടി ഒരു ഇച്ചിരിയും കൂടെ കൂടുതലൊക്കെ വരുന്നുള്ളൂ. ഇത് പറയുമ്പോൾ സുജിത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഹൈക്രോസ് കൊടുക്കുന്നുണ്ടല്ലോ, ₹1 ഉള്ളൂ കിലോമീറ്ററിന് സർവീസ് ചാർജ് വരുന്നത്. ഹൈറൈഡറിലേക്ക് പോകണമെങ്കിൽ 68 പൈസേ ഉള്ളൂ. ദിസ് ഡെഫിനറ്റ്ലി വി ആർ ഡൂയിങ് ദ സെയിം വേ. ഞാൻ പറഞ്ഞ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ആണ്, അഡീഷണൽ ജോബ്സ് എല്ലാം ഞാൻ പറയും. ഇത് തന്നെയാണ് സെയിം. ഞങ്ങളെ സംബന്ധിച്ച് 3 കൊല്ലം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പോയിന്റ് ഞാൻ പറയണമെങ്കിൽ കസ്റ്റമർ വണ്ടി പുതുമയാണ്, ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് വണ്ടി മാറ്റണുള്ളൂ എന്ന് പറയും. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ്, അതാണ് ജാപ്പനീസ് ബ്രാൻഡുകളുടെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. നമ്മളെപ്പോഴും പണ്ട് മുതലേ നമ്മളൊരു ബെഞ്ച് മാർക്ക് പറഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് ജാപ്പനീസ് ടെക്നോളജി അല്ലെങ്കിൽ ജാപ്പനീസ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് പിന്നീട് പതുക്കെ ചൈനീസ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞ് വന്നു എന്നുണ്ടെങ്കിലും ജപ്പാൻ പണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പം 1980s അവർ ബുള്ളറ്റ് ട്രെയിൻ ഓടിച്ചു 270 km/h. ഇന്നും അത് ഓടിക്കുന്നു. ഇപ്പോഴാണ് ചൈന അത് 350-ലാക്കിയത്, കൊണ്ടുവന്നത്. അത് സെയിം ടെക്നോളജിയൊക്കെ സെയിം ആണല്ലോ. ഇപ്പോൾ ഇന്ത്യയിലും നമുക്ക് ബുള്ളറ്റ് ട്രെയിൻസ് വരാൻ പോകുന്നത് സെയിം ജാപ്പനീസ് ടെക്നോളജിയാണ് വരുന്നത്. ഇതിനകത്ത് ആകെ ജപ്പാനും ചൈനയും തമ്മിൽ ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത്, ജാപ്പനീസ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റാൻഡേർഡിൽ കീപ്പ് ചെയ്യുന്നൊരു സാധനം. സിമ്പിളായിട്ട് പറഞ്ഞാൽ 3 അക്ഷരമാണ്: ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, റിലയബിലിറ്റി, QDR. ഞാനത് എപ്പോഴും പറയും. അതെ, ചൈനീസ് പരിപാടികൾ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ എല്ലാ വർഷവും ഓരോ വർഷവും പുതിയ ഫോൺ ഇറങ്ങുന്ന പോലെ വണ്ടി മാറുന്നൊരു സിസ്റ്റം. അതായത് ഫീച്ചേഴ്സ്, നമ്മൾ ഫീച്ചേഴ്സ് കാണുമ്പോൾ ഞാനും ഫീച്ചേഴ്സ് കാണുമ്പോൾ മനം വായിക്കാറുണ്ട്. പലപ്പോഴും വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമുക്ക് ഫീച്ചേഴ്സ് കിട്ടാത്തതെന്നുള്ളത്. പക്ഷേ ഫീച്ചേഴ്സ് വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ലോങ് ടേമിൽ സുജിത്തിൻ്റെ അടുത്ത് അവിടെ ഒരു പോയിന്റ് ഞാൻ പറയാം. ടൊയോട്ട വണ്ടി ഇറക്കുന്ന സമയത്ത് അവർ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ വെരി പ്രാക്ടിക്കൽ ഫീച്ചേഴ്സാണ്. നോട്ട് ടു ലോഡ് എ കാർ വിത്ത് ടു മച്ച് ഫീച്ചേഴ്സ്. യൂസബിലിറ്റി കൂടെ നമ്മൾ നോക്കണല്ലോ, പ്രാക്ടിക്കൽ ഫീച്ചേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷേ ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പറയാം. ഫോർച്യൂണറിൽ സൺറൂഫ് ഇല്ല, നിങ്ങളുടെ മറ്റു പല വണ്ടികൾക്ക് സൺറൂഫ് ഉണ്ട്, അത് മനസ്സിലായി. അത് ആ ടൈമിൽ ഇറങ്ങിയ സമയത്തുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ഞാനിപ്പോൾ ഫോർച്യൂണർ, ഇന്നോവ, ക്രിസ്റ്റ കസ്റ്റമർ കാണുമ്പോഴൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് അവർ കസ്റ്റമേഴ്സ്. അതിൽ ഒരു പോയിന്റ് ഞങ്ങൾ പൊതുവേ ഞങ്ങളുടെ സെയിൽസ് ഞങ്ങൾ പറയുന്ന, സാധാരണ പറയാത്തായിരിക്കാം ട്രഡീഷണലി ബാക്കിയുള്ളവർ, ഇവിടെ എന്താ വെച്ചെങ്കിൽ സാർ വണ്ടി 5 കൊല്ലം കഴിഞ്ഞ് വിറ്റാലും സാറിൻ്റെ ഇൻവോയ്സ് വണ്ടി എടുത്ത വാല്യൂ ഇല്ലേ, ഒരു 25-30% സാറിന് മാക്സിമം ഡിപ്രഷൻ അല്ല. അതാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താ വെച്ചാൽ കസ്റ്റമർ നഷ്ടപ്പെടുന്നില്ല. കസ്റ്റമറുടെ ബെനിഫിറ്റ് പോയിന്റ് ഞാൻ പറയാം, ഈസ് ഗെറ്റിംഗ് ദ സെയിം പ്രൈസ് ഓൾമോസ്റ്റ് ആഫ്റ്റർ 5 years. ഒരു 10-20% കുറച്ചാലും ഈസ് ഗെറ്റിംഗ് ദ ബെസ്റ്റ് ഡീൽ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഒരു റെസിഡ്യൂവൽ വാല്യൂ അല്ലെങ്കിൽ റീസെയിൽ വാല്യൂ ടൊയോട്ടയ്ക്കാണ് ബെസ്റ്റ് എന്ന് മാർക്കറ്റിൽ കിട്ടുന്നത്. അതുപോലെ ബാക്കിയുള്ള മോഡൽസിന് ചില മാനുഫാക്ചറിംഗ് മോഡൽസ് ഇല്ലായിരിക്കും ഞാൻ പറയുന്നില്ല. മറ്റ് ബ്രാൻഡുകളെ മോശപ്പെടുത്തി പറയുന്നൊന്നും എല്ലാ ബ്രാൻഡുകൾക്കും അവരുടെ ആയിട്ടുള്ള പോസിറ്റീവ്സ് ഉണ്ട്. ഇവ എല്ലാവർക്കും ടൊയോട്ട വണ്ടികൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ. ടൊയോട്ട വണ്ടികൾ എടുക്കുന്നവർ ടൊയോട്ട വണ്ടികൾ തന്നെ എടുക്കുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ക്വാളിസ് മുതൽ ഹൈക്രോസ് വരത്തെ കസ്റ്റമേഴ്സ് ഞങ്ങളുടെ അടുത്ത് നിന്നുണ്ട്. ഇൻ എ സീരീസ് ഓഫ് കാർസ് ദേ ടേക്കൻ റൈറ്റ് ഫ്രം. ഇന്ന് പക്ഷേ 26 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ ഇടയ്ക്ക് ക്വാളിസ് വരുന്ന കണ്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ടൊയോട്ട ഈസ് ഗിവിംഗ് സപ്പോർട്ട് ഫോർ ദ പാർട്സ്. ഐ എം സീയിങ് ദീസ് വെഹിക്കിൾസ് ആർ റണ്ണിങ് ക്വൈറ്റ് വെൽ ഇൻ ദ റോഡ്. ഇപ്പോഴും നമുക്ക് ചില നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഹില്ലി ഏരിയാസിലൊക്കെ ക്വാളിസ് ഉണ്ട്. അതുപോലെ ടാറ്റാ സുമോ ഉള്ള സ്ഥലങ്ങളുണ്ട്. നോർത്ത് ഈസ്റ്റിലേക്ക് പോകണമെങ്കിൽ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും.
അതൊരു സംഭവമായിരുന്നു. പിന്നെ എത്ര സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ലൈക്ക് എങ്ങനെയാണ് സിനിമയിലേക്ക് വന്നു വിട്ടത്? സിനിമ താല്പര്യം? അതൊരു ചെറിയൊരു പാഷൻ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 38 ചെറിയ ചെറിയ റോളുകളാണ്, 38 എണ്ണം ചെറിയ ചെറിയ രീതിയിൽ. അത് വേറെ ഒന്നുമല്ല, അതൊരു ഇറ്റ് കീപ്സ് മീ ഹാപ്പി. ഹോണസ്റ്റ്ലി ഇറ്റ് കീപ്സ് മീ ഹാപ്പി. ഇതിനിടയ്ക്ക് അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? ഇടയ്ക്കെല്ലാം സമയം കിട്ടും മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. ദാറ്റ്സ് വൺ തിങ്. ഇടയ്ക്കെല്ലാം സമയം കിട്ടും മാത്രമേ പോകാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, ബോത്ത് വി ക്യാൻ ഗോ. പക്ഷേ ഓൺലി തിങ് ഇസ് നോ, നമ്മൾ ഈ വർക്കിനിടയിൽ വെൻ വി ഡു ഇറ്റ്, വി വൺസ് ഇറ്റ് ഇസ് കമ്മിങ് ഓൺ സ്ക്രീൻ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ്. ഓക്കെ. പിന്നെ ഇപ്പോഴും നമ്മൾ ലേണിംഗ് പ്രോസസ്സിലാണ് കേട്ടോ. ആക്ടിങ് സ്റ്റില്ലാണ് ലേണിംഗ് പ്രോസസ്. അല്ല, അത് ഇപ്പം എന്താ പറയാ, അതിപ്പം നമുക്കൊരു സന്തോഷം തരുന്ന ഒരു കാര്യം ഇടയ്ക്ക് പോയി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം എന്താ തെറ്റല്ലേ? പല ആൾക്കാരും പല കാര്യങ്ങളും ചെയ്യുന്നില്ലേ? ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പം യു ആർ ഇൻ ടു ലാസ്റ്റ് 26 ഇയേഴ്സ് അല്ലേ? അപ്പോൾ ഈ ഒരു 26 വർഷത്തിൽ ടൊയോട്ടയുടെ എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള ഒരു ഓട്ടോമൊബൈൽ ട്രെൻഡിലുള്ള വന്നൊരു മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര ഒരു ചേഞ്ചാണ്, ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ. ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വണ്ടി മതിയായിരുന്നു, ജസ്റ്റ് മൊബിലിറ്റി ആയിരുന്നു അന്ന് നോക്കിയിരുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് മൊബിലിറ്റി അല്ല, വി ലുക്കിംഗ് ഇൻ ടു സേഫ്റ്റി ഓഫ് ദീസ് കാർസ്. ഇപ്പോൾ 5 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും ടെസ്റ്റ് റിപ്പോർട്ട് ഒരു 5 സ്റ്റാർ റേറ്റിംഗ് കാറുകൾ എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഇസ് റിക്വയർഡ് ബിക്കോസ് റോഡ്സ് അങ്ങനെ ആയതുകൊണ്ടും ആൻഡ് വി ഹാവ് ടു ബി ടേക്കിംഗ് കെയർ അബൌട്ട് അവർ കസ്റ്റമേഴ്സ് ആൻഡ് പാസഞ്ചേഴ്സ് ഇൻസൈഡ് ദാറ്റ്. അപ്പോൾ നാച്ചുറലി നമുക്ക് സേഫ്റ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേണ്ടതോ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, വിച്ച് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പ്രാക്ടിക്കൽ ഫീച്ചേഴ്സ് ആണെങ്കിൽ അത് കുറേ കൂടെ കോംപ്ലിമെൻറ്റ് ചെയ്യും വിത്ത് ദ കാർ. അപ്പോൾ ഇത് ചെയ്യും. പിന്നെ ഉള്ളത് ഏറ്റവും വലിയൊരു വേറൊരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ഫ്യൂവലിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പണ്ട് IC എഞ്ചിന് ഉണ്ട്, നല്ല ഡീസൽ പെട്രോൾ ഉണ്ട്, ഇന്ന് ഹൈബ്രിഡ് ഉണ്ട്, EV ഉണ്ട്. ലോട്ട്സ് ഓഫ് തിങ്സ് ആർ എക്സ്പെക്റ്റഡ് ടു കം എഹെഡ്. അപ്പോൾ ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിരിക്കുന്ന ഒരു സംഭവം ആക്ച്വലി ഓട്ടോമൊബൈൽ ടെക്നോളജിയിലാണ്. അതെല്ലാം നമ്മൾ കണ്ടുവരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ കസ്റ്റമർ വാണ്ട്സ് 3 തിങ്സ് ഇൻ മൈൻഡ്. ഈവൻ ഇന്ന് ഞാൻ ടൊയോട്ടോൻ്റെ സൈഡിൽ നിന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമർ വാണ്ട്സ് എ കാർ വിച്ച് ഹാസ് വെരി ഗുഡ് മൈലേജ്. മൈലേജ് ഇസ് എ പോയിന്റ്. പിന്നെ ശരിയാണ്, ഇറ്റ്സ് എ സേവിങ് പോയിന്റ് റൈറ്റ് ഫ്രം ദ നമ്മൾ വണ്ടി വാങ്ങിക്കുമ്പോൾ സേവ് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫൈനസ്റ്റ് മൈലേജ് എന്തെങ്കിലും കിട്ടും. നെക്സ്റ്റ് അഡ്വാൻസ് ടെക്നോളജി ആയിരിക്കണം. അപ്പോൾ ഈ അഡ്വാൻസ് ടെക്നോളജി കൂടെ ഞാൻ ടൊയോട്ടയുടെ ഒരു കാര്യം പറയാം. ഞങ്ങളിപ്പോൾ ഹൈബ്രിഡ് കൊടുക്കുന്നുണ്ട്. ഹൈബ്രിഡ് ബാറ്ററിക്ക് ഞങ്ങൾ 8 years വാറണ്ടി കൊടുക്കുന്നത്. ഹൈബ്രിഡ് ബാറ്ററിക്സ് മാത്രം 8 years വാറണ്ടി ഇസ് ബീൻ ഗിവൺ. തേർഡ് കസ്റ്റമർ നോക്കുന്നത് ഒരു റിലയബിലിറ്റി ആണ് കസ്റ്റമർക്ക് ആവശ്യമുള്ളത്. ഇഫ് ഐ ടേക്ക് എ പ്രോഡക്റ്റ് റിലയബിലിറ്റി. അപ്പോൾ ടൊയോട്ടേനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് 3ഉം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇന്ന് മാർക്കറ്റിലേക്ക് കസ്റ്റമേഴ്സിന്. സോ ദിസ് എ ചേഞ്ച്. പിന്നെ നെക്സ്റ്റ് വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർജിനൽ ഡിഫറൻസേ ഉള്ളൂ പ്രോഡക്റ്റ് തമ്മിൽ. ഓക്കെ, ടൊയോട്ട മാത്രമല്ല ബാക്കി അതർ മാനുഫാക്ചറേഴ്സ് പ്രോഡക്റ്റ്സ് എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഇസ് ബിറ്റ്. പക്ഷേ ഇപ്പോൾ ഇന്ന് കസ്റ്റമേഴ്സ് നോക്കണം, ഞാനീ പറഞ്ഞ 3 കാര്യത്തിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നോക്കുന്നുണ്ട്. ഞാൻ ഈ വണ്ടി വിൽക്കുമ്പോൾ വാട്ട് ഇസ് ദറ്റ് ഐ മേ മേക്ക്. അപ്പോൾ അവിടെ ടൊയോട്ട ആസ് സ്ലൈറ്റ്ലി ഓൺ എ അപ്പർ ബ്രാക്കറ്റിലുണ്ട് ബിക്കോസ് ഓഫ് ദ ബെറ്റർ റീസെയിൽ വാല്യൂ ഓഫ് എ പ്രോഡക്റ്റ് ലൈൻസ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വിച്ച് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു അവർ മാർക്കറ്റ് ആൻഡ് വെൻ യു ബിക്കം എ ഡീലറിനെ പറ്റി പറയുകയാണെങ്കിൽ ആഫ്റ്റർ സെയിൽസ് ഹാസ് ടു ബി ഇൻ ദ ടോപ്പ് ലൈൻ. ആഫ്റ്റർ സെയിൽസിലാണ് ഒരു വണ്ടീനെ സംബന്ധിച്ച് വി ടേക്ക് കെയർ അബൌട്ട് ദറ്റ് കാർ. ചില കസ്റ്റമർ പറയാറുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ സർവീസ് നല്ലതാണ്. ഞാൻ നിപ്പോൺ ടൊയോട്ട മാത്രം പറയില്ല, സർവീസ് വി ആർ ഗിവൺ. അത് ചെയർമാൻ്റെ സൈഡിൽ നിന്നും ബോർഡ് ഓഫ് ഡയറക്ടർ സൈഡിൽ നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പോയിന്റ് ആഫ്റ്റർ സെയിൽസ് ആണ്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ഗിവിംഗ് മീ ദ നെക്സ്റ്റ് സെയിൽസ് ബേസിക്കലി. അപ്പോൾ ആഫ്റ്റർ സെയിൽസ് വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ദാറ്റ് കീപ്സ് ദ കാർ ഹെൽത്തി ഓൺ റോഡ് വർത്തിനെസ് എന്നൊക്കെ പറയുന്നത് നല്ലൊരു സർവീസ് കിട്ടുകയാണെങ്കിൽ ദ വെഹിക്കിൾ വിൽ ബി അപ്ലൈയിങ് ടു ദ റോഡ് മോർ ആൻഡ് മോർ. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വണ്ടി വിൽക്കുകയും ചെയ്യാം. സോ ആഫ്റ്റർ സെയിൽസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഇതൊക്കെയാണ് ചേഞ്ചസ് വന്നേക്കുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ. ഇനിയും ചേഞ്ചസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ചേഞ്ചസ് പറഞ്ഞാൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇനിയും വരാം. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വി ഹാവ് സീൻ ലോട്ട്സ് ഓഫ് ടെക്നോളജീസ് കമ്മിങ് ഔട്ട്. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്യൂച്ചർ വെഹിക്കിൾസിലേക്ക് വരും. ആൻഡ് സോർട്ട് ഓഫ് ചേഞ്ച് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ഒരു 1985 മാരുതി ടൈം നമ്മൾ ഇന്ന് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ചേഞ്ചസ് എല്ലാം അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയതാണ് നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സ്. ആക്ച്വലി ഡൂയിങ് ഓൾ ദീസ് ചേഞ്ചസ്. ആ ഒരു മാറ്റം ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഈ ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു ഫുള്ളി ഇലക്ട്രിക് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇപ്പോഴും ടൊയോട്ട വന്നിട്ടില്ല. പക്ഷേ എന്താ പറയുക, ഞങ്ങളെ സംബന്ധിച്ച് അതിൽ ഞാൻ പറയണമെങ്കിൽ ടൊയോട്ട വെരി സ്ട്രോങ് ഓൺ സംതിങ് കോൾഡ് എസ് ഹൈബ്രിഡ് ടെക്നോളജി. 2-3 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. 38 million vehicles they have sold hybrid globally. ഇന്ത്യയിൽ 3 lakh plus ഹൈബ്രിഡ് കാർസ് നമ്മൾ വിറ്റിട്ടുണ്ട്. അതിലേറ്റവും വലിയ ഒരു എടുത്തു പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ഹൈബ്രിഡ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റോഡ്സ് നോക്കുകയാണെങ്കിൽ 8 ടൊയോട്ട ആയിരിക്കാം. ദിസ് വാട്ട് ഇറ്റ് ഇസ്. അപ്പോൾ ഇത്രയും വലിയ ഒരു കാര്യം ഞാൻ പറയാൻ കാര്യം വെച്ചെങ്കിൽ വി ആർ ദെയർ ഇൻ ദ മാർക്കറ്റ് ഫോർ എ വെരി ലോങ് ടൈം.
കേരളത്തിൽ ഫസ്റ്റ് വന്ന വണ്ടി ഹൈബ്രിഡ് എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ പ്രിയസ് ഒരു വണ്ടിയായിരുന്നു ആദ്യം വന്നത്. ഫ്രം ദെയർ ദ ജേർണി കണ്ടിന്യൂഡ് ടു അസ്. എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും കൂടുതലും പല വിദേശ രാജ്യങ്ങളിലും എക്സെപ്റ്റ് ചൈന നോക്കുകയാണെങ്കിൽ ഹൈബ്രിഡ് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ GCCയിൽ നോക്കി കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഭയങ്കര പോപ്പുലാരിറ്റിയാണ്, ഇവിനെക്കാട്ടി പോപ്പുലാരിറ്റിയാണ്. പിന്നെ യൂറോപ്യൻ സെക്ടറിലും എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെയൊക്കെ ഹൈബ്രിഡ്, കാരണം നമുക്ക് ഫ്യൂവൽ എന്ന് പറയുന്നത് ഇപ്പം EV എന്ന് പറയുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്കൊരു ചാർജിങ് അതിന് ഒരു സമയം കണ്ടുപിടിക്കണമല്ലോ. റെഗുലർ പിന്നെ റേഞ്ച് ആങ്സൈറ്റി എന്ന സംഗതി ചില ടൈമിൽ ചൈന ഭയങ്കരമായിട്ട് EV ഭയങ്കരമായിട്ട് അവരുടെ വണ്ടികളും അതുപോലല്ലേ. ഇപ്പം 10 മിനിറ്റ് ഇത്ര ചാർജ് ആകും, അങ്ങനെ ഭയങ്കര ടെക്നോളജിയിലാണ് EV ഒക്കെ വരുന്നത്. നമ്മൾ ഞെട്ടിപ്പോകും നമ്മളുടെ സംബന്ധം. യു മൈറ്റ് ബി നോയിങ് അല്ലേ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് EV അവിടെ ബൂം ആവുന്നുണ്ട്. പക്ഷേ നമുക്കറിയില്ല എന്താണ് അതിൻ്റെ ഒരു ഫ്യൂച്ചർ സംഭവിക്കാൻ പോകുന്നത്. ടെക്നോളജി ഈസ് ഗോയിങ് ടു ഹാവ് എ സീ ചേഞ്ച്. പിന്നെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ, വാട്ട് ഈസ് ഗോയിങ് ടു കം. ചിലപ്പോൾ ഇനി ഒരു ചെറിയ പാക്കൊക്കെ ആയിരിക്കും വിച്ച് ഇസ് ഗോയിങ് ടു ഗിവ് ദിസ് ബെനിഫിറ്റ്. ഈ ടൊയോട്ടയുടെ കാര്യത്തിൽ പണ്ട് പോലെ ഈ പറഞ്ഞ ലേറ്റ് ആയി വന്നാൽ ഇച്ചിരി ലേറ്റസ്റ്റ് ആയി വരും എന്ന് പറയുന്ന ഒരു രീതിയാണ് അവരുടെ ജാപ്പനീസ് രീതി. അങ്ങനെ ഞങ്ങൾക്ക് വി ആർ കമ്മിങ് വിത്ത് ബിഗ് ടൊയോട്ടസ് കമ്മിങ് വിത്ത് ബിഗ് പ്ലാൻ ഇൻ ഔറംഗാബാദ്. ആക്ച്വലി വെരി ബിഗ് പ്ലാൻ. അല്ല, നമ്മളെ ഒരു തവണയെങ്കിലും ജപ്പാനിൽ പോയ ഒരാൾ ടൊയോട്ടയുടെ കുറ്റം പറയില്ല കേട്ടോ. ഞാൻ ഏകദേശം എനിക്കൊരു അവസരം 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അവസരം 3 പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട്. വി യൂസ് ടു മോട്ടോമാച്ചി പ്ലാന്റ്, നഗോയയിലുള്ള പ്ലാന്റ്, ഇതെല്ലാം ഞങ്ങൾ പോയി കാണാൻ പറ്റി ബിക്കോസ് ഓഫ് ദിസ് എന്താണ് നമ്മുടെ ടൊയോട്ടയിലുള്ള. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ വെച്ചെങ്കിൽ എല്ലാം പ്രോസസ് ഡ്രിവൺ ആണ്. പ്രോസസ് മാത്രമേ ഉള്ളൂ. ഇതൊരു ഹോം സ്റ്റേ പോലെ കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്, ഒരു സർവീസ് അപ്പാർട്ട്മെൻറ്റ് പോലെ. ഞാൻ ജപ്പാനിൽ കുറേ സർവീസ് അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിച്ചിട്ടുണ്ട്. ഞാൻ പലയിടത്തും കണ്ടൊരു കോമൺ സംഭവം എന്ന് പറയുന്നത്, നമ്മളൊരിടത്ത് താമസിക്കാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ കയറി കഴിഞ്ഞാൽ അവിടെ ഇതേപോലെ ഒരു ഷെൽഫിൽ ഒരു ഫയലുണ്ടാവും. ആ ഫയലിൽ അവിടെയുള്ള ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കാറ്റലോഗും ബ്രോഷറും അവർ വെച്ചിട്ടുണ്ടാവും. ഈ കാറ്റലോഗും ബ്രോഷറും നമ്മളാരും സൂക്ഷിക്കുന്നത്? നമുക്ക് അങ്ങനത്തെ പരിപാടിയേ ഇല്ല. അവരിപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. എന്താ അതിന് അവർ പറയുന്നത് എന്ന് വെച്ചെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP എന്ന് പറയും. അതെ, നമ്മളൊരു സാധനം എടുത്തിട്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ SOP ഇല്ലേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വായിച്ചാൽ മതി. ദെൻ വി ആർ തറോ ബൈ. പിന്നെ അത് ഒരിക്കലും നമ്മുടെ മനസ്സിൽ തന്നെ പോകില്ല. ഇത് നമ്മൾ എവിടെ കണ്ടാലും ആ SOP നമ്മുടെ മനസ്സിൽ. അപ്പം ഞങ്ങൾ ടൊയോട്ടയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് 2-3 കാര്യമുള്ളത്. ഒന്ന്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, ആൻഡ് കംപ്ലീറ്റ്ലി ഡ്രിവൺ ബൈ പ്രോസസ്സാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്സ് പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ, ഞങ്ങൾ നിപ്പോൺ ടൊയോട്ടയിൽ ഫസ്റ്റ് നോക്കണം എവിടെ വെച്ചെങ്കിൽ പ്രോസസ്സിൽ എവിടെയാണ് തെറ്റിയേക്കണം ഞങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് വി നീഡ് ടു കറക്റ്റ് ദ പ്രോസസ്. ഇഫ് യു കറക്റ്റ് ദ പ്രോസസ്, ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഗ്യാപ്പിൽ നിന്ന് ആ പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ആവും. സോ പ്രോസസ് കറക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ ഇതിൽ ടൊയോട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ടൊയോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേയും പോയിട്ടില്ല. ജപ്പാനിൽ അങ്ങനെ ഒരു സ്ഥലമുണ്ട്, ടൊയോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ടൊയോട്ട എന്ന് പറഞ്ഞൊരു ടൊയോട്ട സിറ്റി ഉണ്ട്. ഐച്ചി, ഞാൻ ഇപ്പൊ ഒന്നും കൂടെ നോക്കി, ഐച്ചി പെർഫെക്ഷനിലാണത്. ടൊയോട്ട സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമുണ്ട്. ശരിക്കും ജപ്പാനിൽ ട്രേഡ് ഫെയർസ് ഒക്കെ നടക്കണം. ഐച്ചിയിലൊക്കെ ട്രേഡ് ഫെയർസ് ഒക്കെ നടക്കുക. ശരിക്കും ജപ്പാനിൽ പല ബ്രാൻഡുകളും, ഇപ്പൊ യോക്കോഹാമ, പിന്നെ അങ്ങനെ ഒത്തിരി ബ്രാൻഡുകൾ, ഈ സ്ഥലപ്പേര് തന്നെ ബ്രാൻഡുകൾ. അത് ഭയങ്കരമായിട്ട് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ ഫിജി മൗണ്ടൻസിന്റെ ഇത് കാണാൻ നമുക്ക് വേണ്ടി ട്രാവൽ. അതെ, ഇങ്ങനെ വലതുവശത്തിരുന്ന് കഴിഞ്ഞാൽ ഒസാക്കയിലേക്ക് പോകുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ ഇങ്ങനെ കുറേ നേരം കണ്ടുകൊണ്ടിരിക്കാം. ശരിക്കും എന്താണ് ഒരു ഹൈബ്രിഡ് ടെക്നോളജി? ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റണ്ണിങ് ഓൺ 3 തിങ്സ്. വൺ ഇസ് ദർ ഇസ് എ എഞ്ചിൻ ഉണ്ട്, ബാറ്ററി ഉണ്ട്, ഒരു ഇലക്ട്രിക് മോട്ടോറുണ്ട്. ഇതിൻ്റെ മൂന്നിൻ്റെയും കോമ്പിനേഷൻ ചുരുക്കി പറഞ്ഞാലാണ് ഹൈബ്രിഡ്. ഇപ്പം നമ്മളൊരു ഹൈക്രോസ് എന്ന വണ്ടിയിൽ തന്നെ ഞാൻ എടുക്കാം. ഹൈക്രോസ് വണ്ടി നമ്മൾ ഓടിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ 40% ഈ വണ്ടി ഓടുന്നത് EVയിലാണ്, ബാറ്ററിയിൽ തന്നെ ഓടുന്ന വണ്ടി. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓടുന്നത് ബാറ്ററിയിലേക്കാണ്. ശരി, ഒരു 40% ഓഫ് ദ വെഹിക്കിൾ. അപ്പം നമ്മളിപ്പോൾ സിറ്റിയിൽ ഓടിക്കണം ഫോർ എക്സാമ്പിൾ, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മൾ MG റോഡ്, റീയൂട്ടാണ്ട് മാധവ് ഫാർമസി നമ്മളിങ്ങോട്ട് വന്നിട്ട് കച്ചേരിപ്പടി വഴി പോവുകയാണെങ്കിൽ ആ ടൈമിലൊക്കെ സ്ലോ ട്രാഫിക് ആയിരിക്കുമല്ലോ. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പവർ തരുന്നത് സ്റ്റോർഡ് ബാറ്ററിയിൽ നിന്ന് തന്നെയാണ് പവർ വരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമുക്ക് ഫ്യൂൽ യൂസ് ആവുന്നില്ല. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് നല്ലൊരു ഡ്രൈവ് കിട്ടി, ഫ്രം പാലാരോട്ട് എടപ്പള്ളിലേക്ക് അവിടെ ഫുൾ ത്രൂ ഞാൻ ആക്സിലേറ്റർ കൊടുക്കണു, അപ്പോഴത്തേക്ക് വണ്ടി എഞ്ചിൻ മോഡിലേക്ക് മാറുന്നു. അപ്പോൾ എന്താ ആ ടൈമിലുള്ള കൺസെപ്ഷൻ ഉള്ളൂ. എഗെയിൻ വെൻ ഐ എം ഡീസലറേറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ്, ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാറ്ററി ചാർജ് ആയിക്കൊണ്ടിരിക്കും. പ്ലഗ് അല്ലല്ലോ, ഇത് തന്നെ ചാർജ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് എപ്പോഴും അതിനകത്ത് ഒരു മീറ്റർ ഉണ്ട്, ഒരു ഗ്രീൻ മീറ്റർ ഉണ്ട്, വിച്ച് ഈസ് ഈക്കോ. എപ്പോഴും അത് ചാർജ് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ്, അതാണ് നമ്മളുടെ ഒരു ഇൻഡിക്കേറ്റർ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ശ്രീലങ്കയിൽ പോകുമ്പോൾ അവിടുത്തെ മെജോറിറ്റി വണ്ടികൾ ഈ പ്രൈസിൽ മൊത്തം പ്രൈസാണ്. മൊത്തം പ്രൈസാണ്, ഇങ്ങനെ കറങ്ങുന്ന കാണാം. അതിനകത്ത് ശരിക്കും കാണാം മീറ്റർ. അപ്പോൾ ഈ EV മോഡ് ശരിക്കും നമുക്ക് കാണാം. ശരിക്കും ഒരു നമുക്ക് നല്ലൊരു മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ അലൈൻഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ സ്കെയിൽ,
ഹൈബ്രിഡ് ഹൈക്രോസിൻ്റെ ഹൈബ്രിഡും ഹൈറൈഡറിൻ്റെ ഹൈബ്രിഡിലും ഫാന്റാസ്റ്റിക് മൈലേജ് നമുക്ക് കിട്ടും. എന്ന് വെച്ചെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഹൈബ്രിഡ് കസ്റ്റമർക്ക് ഞങ്ങൾ പറയുന്നത് 27.9 ആണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ്റെ ARIയുടെ കിട്ടിയേക്കണം നമ്മുടെ അപ്രൂവൽ. പക്ഷേ കസ്റ്റമേഴ്സ് ആർ ഗെറ്റിംഗ് 28, 29, 30 വരെ കിട്ടുന്നുണ്ട്. ഹൈറൈഡറിന് ചെറിയ വണ്ടിക്ക് ഹൈക്രോസ് യു ഗെറ്റ് സംതിങ് ബിറ്റ്വീൻ 18 to 20 കൺഫേംഡ്. ഞാൻ പേഴ്സണലി ഒരു ഹൈക്രോസ് യൂസ് ചെയ്യുന്ന ആളാണ്. ഫോർച്യൂണറിന് ഹൈബ്രിഡും വരുന്നുണ്ടോ? ആസ് ഓഫ് നോ നത്തിങ് ഇസ് ടോൾഡ്. എന്തുണ്ടായാലും ഇറ്റ് വിൽ ബി ഇൻഫോംഡ് ഓൾസോ ബൈ ടൊയോട്ട. ടൊയോട്ടയുടെ പ്രത്യേകത കൂടെ ഉണ്ട്. ഒരു മാർക്കറ്റിലേക്ക് ഏത് പ്രോഡക്റ്റാണ് വരേണ്ടതെന്നും ഏത് സമയത്താണ് ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതെന്ന്. ദാറ്റ് ഇസ് വൈ യു ടോൾഡ് ഏർലിയർ വി ആർ ഗോയിങ് സ്ലോ പേസ്ഡ്, ബട്ട് വെൻ വി കം ഇറ്റ് ഇസ് ഗോയിങ് ടു ബി എ ബിഗ് ബാൻ. സംശയം വേണ്ട, വി കം ഡിഫറെൻ്റ്ലി ലൈക്ക് ദാറ്റ്. ആൻഡ് മാത്രമല്ല നമ്മളൊരു പ്രോഡക്റ്റ് വിറ്റ് കഴിയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ടൊയോട്ടയുടെ നോക്കുകയാണെങ്കിൽ വി വിൽ നോട്ട് ചേഞ്ച് എ കാർ കംപ്ലീറ്റ്ലി. ചെറിയൊരു മൈനർ മോഡൽ ചേഞ്ചസ് ഞങ്ങളുടെ വണ്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് വെച്ചെങ്കിൽ ടു കീപ്പ് അപ്പ്, ദർ ഇസ് നത്തിങ് റോങ് ഇൻ ദിസ് കാർ. അപ്പോൾ ആ മൈനർ മോഡൽ ചേഞ്ച് കോളേജ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് നിർത്തിയത്. പക്ഷേ എന്താ വെച്ചെങ്കിൽ വി ബോട്ട് സംതിങ് കോൾഡ് ഇന്നോവ. പിന്നെ ഞങ്ങൾ മാറിയത് പിന്നെ ഞങ്ങൾ ക്രിസ്റ്റയിലേക്ക് വന്നു. എന്താ വെച്ചാൽ എമിഷൻ ഓപ്സ് മാറുന്നതനുസരിച്ചിട്ട് ഓരോ സ്ഥലത്ത് എമിഷൻ ഓപ്സ് ഭാരത് സ്റ്റേജ് 1 ഭാരത് സ്റ്റേജ് അല്ലല്ല ഇഞ്ചിൻ വ്യത്യാസം പ്ലാറ്റ്ഫോം വ്യത്യാസമുണ്ട്. പിന്നെ ഹൈക്രോസ് പ്ലാറ്റ്ഫോം അല്ല ഈ നമ്മൾക്ക് ഇപ്പോൾ ക്രിസ്റ്റയുടെ പ്ലാറ്റ്ഫോം അല്ല ഹൈക്രോസ്. ബിക്കോസ് ഹൈക്രോസ് ആക്ച്വലി മോണോക്കോക്ക് ബോഡി, ഒരു കാറ് പോലത്തെ ബോഡിയാണ്. മറ്റേത് ചേസിസ് ലാഡറിലാണ്. നമ്മുടെ ഫോർച്യൂണറും ക്രിസ്റ്റയൊക്കെ നമ്മൾ നോക്കുന്നെല്ലാം ചേസിസ് ലാഡറിലാണ് ബിൽഡ്. അപ്പോൾ ഞാൻ പറയാൻ കാര്യം വെച്ചെങ്കിൽ ഒരു മോണോക്കോക്ക് ബോഡിയിൽ ഹൈക്രോസ് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു കാറിൽ നിന്ന് ട്രാവൽ ചെയ്യുന്ന പോലെ ഐ ഹാവ് ലോട്ട്സ് ഓഫ് കസ്റ്റമേഴ്സ് ഗിവ് മീ ഗുഡ് ഒപ്പീനിയൻ. കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി ഒരു ഫ്ലൈറ്റിലിരുന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ്. എസ്പെഷ്യലി ടോപ്പ് എൻഡ് ഹൈക്രോസും വേറെ പ്രത്യേകത കൂടെ ഉണ്ട്. ഇവിടെ നമുക്കൊരു തൈ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ വെൽഫെയറിൻ്റെ വണ്ടി പോലെ ഒരു ചെറിയ ഓട്ടോമാൻ സീറ്റ്സിൻ്റെ ചെറിയ രീതിയിലുള്ള വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് പോകാം. ടോപ്പ് ആൻഡ് ഹൈക്രോസ് കിട്ടാൻ എത്ര മാസം വെയിറ്റിംഗ് ഉണ്ട്? ഇപ്പം ടോപ്പ് ആൻഡ് ഹൈക്രോസ് കിട്ടാൻ നമുക്ക് എളുപ്പം തരാൻ സാധിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പെൻഡിങ് ഏകദേശം 30 days 30 to 40 days തരാം. പക്ഷേ പെട്രോൾ വണ്ടികൾ ഹൈക്രോസിന് പെട്രോൾ വണ്ടി കിട്ടാൻ ഇറ്റ് ടേക്സ് ടൈം. ഇറ്റ് ടേക്സ് അബൌട്ട് 4 months to 6 months. ചില കളർ ഇറ്റ് വിൽ ഗോ അപ് ടു 8 months. അത്ര ഡിമാൻഡ് ആണോ? അത്ര ഡിമാൻഡ് ഉണ്ട് അതിന്. അത്ര എണ്ണം കൂടുതലുള്ളതാണ്. പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യയുടെ പ്രൊഡക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾ ഇന്ത്യ പ്രൊഡക്ഷൻ ഇസ് മോർ ഓൺ ഹൈബ്രിഡ്സ്. പെട്രോൾ സ്പെസിഫിക് സ്റ്റേറ്റ്സിലാണ് വന്നേക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ലാസ്റ്റ് 2 months ആയിട്ട് നമ്മൾ കണ്ടേക്കണം ദേ ആർ റാമ്പിംഗ് അപ്പ് സ്ലൈറ്റ്ലി പ്രൊഡക്ഷൻ ടുവേർഡ്സ് പെട്രോൾ കാർ. അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ അത് കുറയും. പക്ഷേ എല്ലാ പ്രോഡക്റ്റും ടൊയോട്ടയുടെ ഓൾമോസ്റ്റ് ദർ ഇസ് എ വെയിറ്റിംഗ് പീരിയഡ് ഫോർ ഫ്യൂ ഓഫ് പ്രോഡക്റ്റ് ലൈൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഹൈബ്രിഡ് വണ്ടികൾക്ക് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഡിമാൻഡ് വന്നിട്ടുണ്ട് അതാണ് പറയുന്നത്. ഉണ്ട് ഹൈബ്രിഡ് വണ്ടികൾ ഇസ് ഡൂയിങ് ഫെൻറ്റ്. ഞാൻ അതിനൊരു ചെറിയൊരു എക്സാമ്പിൾ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളത്തെ പറ്റി മാത്രം സംസാരിക്കാം. ഞങ്ങളുടെ ഓവറോൾ സെയിലിൽ 60% ഞങ്ങൾ കൊടുക്കുന്ന ഹൈബ്രിഡ് കാർസാണ്. ആണല്ലേ? ഞങ്ങളുടെ ഓവറോൾ സെയിൽസ് 60%. അത് ദറ്റ് ഇസ് എ മിക്സ് ഓഫ് ഹൈക്രോസ് ആൻഡ് ഹൈറൈഡർ, രണ്ടിൻ്റെ മിക്സാണ്. ഓക്കെ. കസ്റ്റമർ ഒരു പ്രാവശ്യം എടുത്ത കസ്റ്റമർ ഞങ്ങൾക്ക് തന്നേക്കണം വെച്ചെങ്കിൽ ലോട്ട്സ് ഓഫ് റെഫറൻസസ് ഹാവ് കം ബിക്കോസ് ദ കാർ ഇസ് ടു ഗുഡ് ഫോർ ദം. അവർക്ക് കിട്ടിയേക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഒരു വേറെ ഷെയർ ചെയ്യണത്. അപ്പം ഞങ്ങൾ പൊതുവെ ഒരു കസ്റ്റമർക്ക് ഒരു എൻക്വയറിക്ക് വരുമ്പോൾ പറയുന്നത് വി യൂസ് ടു ഗിവ് ദം എ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് അവർ കൺവിൻസ് ആവുകയാണെങ്കിലാണ് ഇറ്റ് ആക്ച്വലി ഇസ് ഗുഡ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ ടെക്നോളജി ഇസ് ഓൾ അബൌട്ട്. പലർക്കും ഹൈബ്രിഡ് എന്നൊക്കെ പറയുമ്പോൾ പ്ലഗ് ഇൻ ചാർജ് ആണോ ഒരു ഡൗട്ട് ഉണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ. പക്ഷേ വെൻ വി ആക്ച്വലി ഡ്രൈവ് ആൻഡ് ഷോ ദം ദിസ് ഇസ് എ റിസൾട്ട് ഫോർ ഇറ്റ് ദ കൺവിൻസ്. ഇപ്പം ഞങ്ങളിടയ്ക്ക് ഞങ്ങളുടെ ചില പ്രോസ്പെക്ട്സിനെ വിളിച്ചിട്ട് ഹൈറൈഡറിൻ്റെ മൈലേജ് കോൺടെസ്റ്റ് നടത്താറുണ്ട്. 34, 35 ഒക്കെ കിട്ടിയിട്ടുണ്ട് മൈലേജ്. അപ്പം ഞങ്ങളൊരു മൈലേജ് ചാലഞ്ച് നടത്തിയപ്പോൾ ദാറ്റ്സ് വൺ ഓഫ് ഓഡ് സിറ്റുവേഷൻ. പക്ഷേ കോമ്പറ്റീഷൻസിൽ പോലും നമുക്ക് അത്രയും മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഈ ഹൈറൈഡർ എന്ന് പറയുന്ന വണ്ടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് നമുക്കറിയാമല്ലോ, നമുക്ക് മാരുതിയിലും സെയിം വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഒരു ടെക്നോളജി ഷെയറിങ് ഇപ്പം അല്ലാതെന്ന് വെച്ചാൽ ദിസ് ഇസ് എൻ അലയൻസ് ബിറ്റ്വീൻ സുസുക്കി ആൻഡ് ടൊയോട്ടയുടെ ഒരു അലയൻസ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ബോത്ത് ആർ ഡൂയിങ് ഗുഡ് അങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നു. ബേസിക്കലി രണ്ടും സെയിം വണ്ടിയാണ് അല്ലേ? രണ്ട് ബ്രാൻഡിൽ രണ്ട് സർവീസിൽ വരുന്നു എന്നുള്ളതാണ് മാത്രമേ ഉള്ളൂ. പക്ഷേ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് അലയൻസിൻ്റെ അഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ടാണ് ടൊയോട്ടയും സുസുക്കിയുടെയും അതുള്ളതുകൊണ്ടാണ് വി ആർ ഗെറ്റിംഗ് സച്ച് ഒരു ടെക്നോളജി ഷെയറിംഗ് ആയിരിക്കും. ടെക്നോളജി ഷെയറിംഗ്, പ്ലാറ്റ്ഫോം ഷെയറിംഗ്, അങ്ങനെയുണ്ട് പലതും ഉണ്ട് അതിനകത്ത്. സോ ദീസ് ആർ ഗുഡ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇത് മാർക്കറ്റിൽ നല്ലതാണെന്ന് ഞാൻ പറയണം. ബിക്കോസ് ഇറ്റ് ഹസ് ഇംപ്രൂവ് ദി കസ്റ്റമേഴ്സ് പെർസെപ്ഷൻ ഓഫ് ബൈയിങ് ബോത്ത് ദ കാർസ്. കുറച്ച് പേര് അത് വാങ്ങിക്കുന്നത്, കുറച്ച് പേര് ഞങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഇപ്പോൾ ടൊയോട്ട സുസുക്കിയുടെ വണ്ടി വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്, ഞങ്ങൾ ടൊയോട്ട. പക്ഷേ ടൊയോട്ട വാങ്ങിക്കാനുള്ള മെയിൻ കണ്ടീഷൻ എന്ന് വെച്ചെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗുഡ് സർവീസ്, ഗുഡ് റീസെയിൽ വാല്യൂ, ഗുഡ് റീസെയിൽ. തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചെങ്കിൽ ദേ ക്യാൻ ഹാവ്. ഇപ്പം ഞങ്ങൾ യൂസ് കാർ എന്ന് പറഞ്ഞ ഡിവിഷൻ, യു ട്രസ്റ്റ് എന്ന് പറയും ഞങ്ങൾ. അവിടെ ദ കസ്റ്റമർ ക്യാൻ ബ്രിങ് നോട്ട് ഓൺലി ടൊയോട്ട കാർസ്, പുള്ളിക്ക് ഒരു യൂസ് കാർ കൊണ്ടുവരും, ഏതെങ്കിലും യൂസ് കാർ എടുക്കാൻ ഞങ്ങൾ എടുക്കും. പണ്ട് ടൊയോട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് വിത്ത് അലയൻസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ്
ഇപ്പോൾ മാരുതി ആണെങ്കിലും വേറെ ഹ്യുണ്ടായുടെ വണ്ടികൾ ഏതും കൊണ്ടുവന്നാലും ടാറ്റ കൊണ്ടുവന്നാലും വാട്ട് വി ഡു ഇസ് ഈ കസ്റ്റമേഴ്സ് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് വി ക്യാൻ അപ്ഗ്രേഡ് ദ കസ്റ്റമർ ദെയർ ഇറ്റ്സ്. നമ്മൾ ഈ സർവീസിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കൊരു സർവീസ് ഇൻഡസ്ട്രിയിൽ 100% നമുക്ക് ഒരാളെ സാറ്റിസ്ഫൈ ചെയ്ത് ഒരു ബിസിനസ് ചെയ്യാൻ പറ്റില്ല. സോ എപ്പോഴാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പരാതികളുണ്ടാവും. സോ നിങ്ങൾ പരാതികൾ ഏറ്റവും കൂടുതൽ കാണുന്നത് സർവീസ് ഇൻഡസ്ട്രിയിലാണല്ലോ. നിങ്ങൾ സെയിൽസിലായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ വരത്തില്ല, പക്ഷേ എസ്കലേറ്റ് ചെയ്ത് വരുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. നമ്മൾ അതിൽ തന്നെ പല തരത്തിലുള്ള കസ്റ്റമേഴ്സിനെ കാണേണ്ടി വരും. ചിലർ ഭയങ്കര സിമ്പിളായിരിക്കും, ചിലർ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിരിക്കും, ചെറിയ കാര്യങ്ങൾക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ടാവാം. സോ ഈ ഒരു സർവീസിൽ വരുന്ന പ്രോബ്ലംസ് എങ്ങനെയാണ് നിപ്പോൺ മാനേജ് ചെയ്യുന്നത്? സർവീസിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആദ്യം കസ്റ്റമേഴ്സിനെ കംപ്ലീറ്റ് ലിസൺ ചെയ്യും. വാട്ട് ഡസ് ഹി വാണ്ട്സ് ടു സേ, വാട്ട് ഇസ് എ ടൈപ്പ് ഓഫ്, ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് അത് നോയ്സ് ആയിട്ട് പറയും, ചിലപ്പോൾ ചില കസ്റ്റമേഴ്സ് അതൊരു ഇൻഡിക്കേറ്റീവായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും, ചിലത് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറയും. സോ വി യൂസ് ടു ലിസൺ ദ കസ്റ്റമർ. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് ഇസ് മൈ സർവീസ് ടീം. അത് അവർ നോക്കിയിട്ട് അനലൈസ് ചെയ്യണമെന്ന് വെച്ചാൽ വിച്ച് ആർ ദ ഏരിയാസ് വിച്ച് കസ്റ്റമേഴ്സ് ഹാവ് ടോൾഡ് ആൻഡ് വേർ വി ആർ ഹാവിങ് എ ഗ്യാപ്പ്. അത് മനസ്സിലാക്കേണ്ടത്. അതായത് ബേസിക്കലി ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു പ്രോഡക്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസ് ഉണ്ടാവാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവിടെയാണ്. തേർഡ് ഏറ്റവും വലിയൊരു കാര്യം പറയുന്നത് വെച്ചെങ്കിൽ ഇതെല്ലാം വി അനലൈസ് ഇറ്റ് ത്രൂ അവർ ഓൺ ടീംസ് ദർ. നല്ല ഒരു നമ്മുടെ ബാക്ക് എൻഡ് ടീമുണ്ട് സർവീസിൻ്റെ എക്സ്പേർട്ട്. അതെന്തുകൊണ്ടാണ് ഞാൻ എക്സ്പേർട്ട് പറയാനുള്ള വേറെ കാര്യം കൂടെ പറയാം, എന്നാലും ഇതിൽ റിലേറ്റ് ആവുള്ളൂ. ഞങ്ങളുടെ എല്ലാ ടെക്നീഷ്യൻസിനെയും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4 എല്ലാം ട്രെയിൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ട് ഇവിടെ കളമശ്ശേരിയിൽ, എല്ലാ ബ്രാഞ്ചിലുണ്ട്. നോക്കുകയാണെങ്കിൽ ഒരു ഫാക്ടറി പോലെയാണ്. ഒരു ഇഞ്ചിൻ പോലും ഞങ്ങൾ ഫിസിക്കൽ ഒരു ഇഞ്ചിൻ വെച്ചാൽ കസ്റ്റമർ വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കുന്നത്. ഞങ്ങളുടെ ടീമിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. ഹൈബ്രിഡ് വന്നപ്പോൾ ഞങ്ങളൊരു കാർ ക്യാമറ തന്നെ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ ഓൺ ക്യാമറ വെഹിക്കിൾ വി ആർ ഗിവൺ ടു അവർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താ വെച്ചെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്. സോ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ബാക്കപ്പ്. തേർഡ്, ഇപ്പോൾ ഒരു ബോഡി ആൻഡ് പെയിൻറ്റ് ജോബ് വരികയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പാനൽ വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു സംഗതിയുടെ സർഫേസ് വരേണ്ടത്, വി യൂസ് ടു ഫിസിക്കലി കോച്ച് ആൻഡ് ട്രെയിൻ ദം അപ്പ്. അപ്പോൾ ഇത് വരുന്നവരെന്താ വെച്ചെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒരു ഐഡിയ ഉണ്ട് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. പക്ഷേ നേരത്തെ പറഞ്ഞ മാതിരി പ്രോബ്ലംസ് ആർ ദെയർ വിച്ച് ഇസ് ടു ബി അഡ്രസ്ഡ് ഓൺ എ ഡെയിലി ബേസിസ്. അത് വരാറുണ്ട്. പക്ഷേ ഞാൻ പറയണമെങ്കിൽ നിപ്പോൺ ടൊയോട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിത്ത് ദിസ് എക്സ്പീരിയൻസ് ഓഫ് ഓൾമോസ്റ്റ് 20 years വി ഹാവ് കം അക്രോസ് ലോട്ട്സ് ഓഫ് തിങ്സ് വിച്ച് വി ഹാവ് ബിൻ റിസോൾവിങ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വി കാൺ ബി കൺട്രീസ് നമ്പർ 1 ഓൾസോ. ഓക്കെ. അപ്പോൾ അത് മീൻ ഇറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് ഫ്രം ദ കസ്റ്റമർ വി ഡു ഇറ്റ് ആൻഡ് വി റിസോൾവ് ഇറ്റ്. പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ഫിക്സ്ഡ് റൈറ്റ് എന്നുള്ളൊരു സംഭവമുണ്ട്. വെൻ യു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഇറ്റ് ഹാസ് ടു ബി റിസോൾവ് കംപ്ലീറ്റ്. അത് ഞങ്ങളുടെ ഇൻറ്റേർണൽ തന്നെ വി യൂസ് ടു മേക്ക് സെറ്റ് കറക്ഷൻ ഇമീഡിയറ്റ്ലി. പിന്നെ പലപ്പോഴും ഞങ്ങൾക്ക് ഗൈഡൻസ് കിട്ടുന്ന ടൊയോട്ടയിൽ നിന്ന് തന്നെയാണ് ഹൗ ടു ടേക്ക് ഇറ്റ് ഫോർവേഡ് ദിസ് പെർട്ടിക്കുലർ ഏരിയ. അപ്പോൾ വി യൂസ് ടു ടേക്ക് ചില റിപ്പോർട്ട്സ് അവിടെ ആവശ്യപ്പെടും. വി യൂസ് ടു ഡിസ്കസ് ഇറ്റ് ആൻഡ് അക്രോസ് ഫോൺ ആൻഡ് മെയിൽ ഐ തിങ്ക് വി സോർട്ട് ദീസ് പ്രോബ്ലംസ് ഔട്ട്. ചെയ്യാറുണ്ട്. ഇറ്റ്സ് ഗുഡ്. ഈ ഒരു ഡീലർഷിപ്പ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് അഗെയിൻ ഒരു സ്റ്റാഫിനെ മാനേജ് ചെയ്യുക, അതേപോലെ തന്നെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഈ ബ്രാൻഡിൻ്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസും പ്രോട്ടോകോൾസും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഇപ്പം ടൊയോട്ട ഒരു ഡീലർഷിപ്പ് എന്ന് പറയുന്നത് അവർ പറയുന്ന കുറേ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കണം, അവരുടെ കുറേ പ്രോട്ടോകോൾസ് ഉണ്ടാവും, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം. ആ ഒരു കാര്യം ശരിക്കും അവരും ഭയങ്കരമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ടാവും ഇല്ലേ? അങ്ങനെ ഒരു സംഭവങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഞങ്ങൾക്ക് 2 കാര്യമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, SOP എന്ന് പറയുമ്പോൾ പറഞ്ഞു, ദർ ഇസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഗൈഡ് ലൈൻസ് ഒരു ബുക്ക് തന്നെ ഞങ്ങൾക്കുണ്ട് ഫോർ എ ഡീലർഷിപ്പ്. സോ വി എക്സാക്ട്ലി ഫോളോ ദാറ്റ്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ബേസ് ടു ഫോളോ ആസ് എ ഡീലർഷിപ്പ്. സെക്കൻഡ്, കുറേ പ്രോസസ്സുകൾ ഞങ്ങൾക്ക് ഇൻബിൽറ്റഡ് ഉണ്ട്. ഓരോ സഡൻ ഇൻസ്പെക്ഷൻ ഒക്കെ വരത്തില്ലേ? അങ്ങനെയില്ല. എവറി മന്ത് ദേ കം. ഇൻ എ മന്ത് 2 times ദ ടീം കംസ് ഇൻ. സർവീസിൻ്റെയും സെയിൽസിൻ്റെയും ഒക്കെ റീജിയണൽ ഹെഡ്സ് ഒക്കെ വരും, സോണൽ ഹെഡ്സ് ഒക്കെ വരും. വി ഹാവ് ഗുഡ് മീറ്റിംഗ്സ് വിത്ത് ദം. പക്ഷേ മീറ്റിങ്ങിലുപരി അവർ ഒരു പ്രൊസീജിയർ ഉണ്ട്. ലൈക്ക് ദേ വോണ്ട് ടു വിസിറ്റ് എ പെർട്ടിക്കുലർ ലൊക്കേഷൻ ഇൻ എ സർവീസ്, ദേ കം, ദേ ഹാവ് എ ഡിസ്കഷൻ ദർ ആൻഡ് ദേ ഡിസ്കസ് വിത്ത് ഈവൻ ദ ടീം ഓൾസോ ദർ ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം എന്താണ് പോകുന്നത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും തെറ്റാറില്ല. ഇതെല്ലാം അപ്രൂവ്ഡ് ഫ്രം ടൊയോട്ടയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ ആസ് എ ഡീലർ. ഓക്കെ. ശരിക്കും ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് സെഡാൻസ് ആണോ SUVs ആണോ? ഇപ്പോൾ മിഡ് സൈസ് SUVയിലേക്കാണ് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു SUVയിലേക്ക് ഉള്ളൊരു മാറ്റം കാണുന്നുണ്ട്. സിഡാൻ പോയിന്ന് ഞാൻ പറയുന്നില്ല, സിഡാൻ ഇസ് സ്റ്റിൽ ദെയർ. പക്ഷെ എന്താ പറയുക, ഇപ്പോൾ ഇരിക്കുന്നൊരു കംഫർട്ടബിലിറ്റി, എർഗണോമിക്സ് ഓഫ് ദ സീറ്റ് പേഴ്സണലാണ്. അതെ അതെ. ഇരുന്ന് കഴിയുമ്പോൾ റോഡൊക്കെ നല്ല വിസിബിൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു മിഡ് SUVയിലേക്കാണ് ദ ചേഞ്ച് വാട്ട് ഐ എം ഫീലിംഗ് ഇസ്. ഇനീഷ്യൽ സമയത്ത് ആദ്യത്തെ ഒരു 10 കൊല്ലം നമ്മളെടുക്കുക, 90s, ഒരു 1990 മുതൽ ഒരു 2005, 2008 വരെയൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ സിഡാനിന് നല്ലൊരു
മാർക്കറ്റ്. ഇപ്പോൾ എല്ലാം വന്നിട്ട് മിഡ് SUVസിലേക്കാണ്. ഓക്കെ, സെയിൽസിലാണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു വണ്ടി വാങ്ങാന്ന് പറയുമ്പോഴത്തേക്കിനും എല്ലാവരും റെഡി ക്യാഷ് വന്ന് വണ്ടി എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവരല്ലല്ലോ. അപ്പോൾ സോ വാട്ട് ഫിനാൻസിങ് ട്രെൻഡ്സ് ആർ യു സീയിങ് ഇൻ ലാസ്റ്റ് 5 years? ഇന്ന് കാണുന്നത് നമ്മളുടെ നോർമൽ എല്ലാ നമ്മുടെ ബാങ്കേഴ്സായിട്ടുള്ള ഒരു കണക്ട് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് തന്നെ ടൊയോട്ട ഫൈനാൻസും ഉണ്ട്. ടൊയോട്ട സെയിം പ്രൊസീജിയർ ഇസ് ഓൾ ദ സെയിം. 80% വരയ്ക്കും ഞങ്ങൾ ലോൺ കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. 20% ഇസ് എ മാർജിൻ മണി. പക്ഷേ ട്രെൻഡ് കണ്ടുവന്നിരിക്കണമെന്ന് വെച്ചെങ്കിൽ കസ്റ്റമേഴ്സ് ആർ വാണ്ടിങ് എ ലോൺ. എത്ര പെർസെൻറ്റേജ് ആൾക്കാർ യൂഷ്വലി ഒരു ലോൺ ഇട്ട് വണ്ടി വാങ്ങാറ്? ഞങ്ങളുടെ ഓവറോൾ സെയിൽസ് പറയുന്നത് ഒരു 70-75% to 80% വരെ ലോൺ പോകാറുണ്ട്. ഹാർഡ്ലി കുറച്ച് കേസുകൾ മാത്രമേ മേ നോട്ട് ബി ഓൺ എ ഫിനാൻസ്. ബാക്കിയെല്ലാം ഫിനാൻസ് തന്നെ പോകുന്നുള്ളൂ. യൂഷ്വലി എല്ലാം ഫിനാൻസ് എന്താ വെച്ചാൽ വേറെ ഒന്നും കൊണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ച് ചിലപ്പോൾ ബിസിനസ് ആണെങ്കിൽ ദേ ഓൾസോ ഹാവ് അതർ ഫണ്ട് റിക്വയർമെൻറ്റ്സ്. സോ നാച്ചുറലി EMI ഗോസ് ക്വൈറ്റ് വെൽ. പിന്നെ ഇയർലി ദേ ക്യാൻ ക്ലെയിം ദ ഡിപ്രിസിയേഷൻസ് ഓൾസോ. അത് എടുക്കാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു വരവ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെ ഏതൊക്കെ തരത്തിൽ സഹായിച്ചിട്ടുണ്ട്? ഇപ്പം ഹൗ നിപ്പോൺ ഈസ് യൂട്ടിലൈസിങ് ഇറ്റ്? കറൻ്റ്ലി വി ആർ നോട്ട് ഗോൺ ഇൻ ടു ദറ്റ് കംപ്ലീറ്റ് മോഡ്. വി ആർ സ്റ്റിൽ സ്റ്റഡിങ് ദറ്റ്. ഇപ്പോൾ ഞങ്ങൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് AI മോഡലിൽ. പക്ഷേ ഞാൻ മനസ്സിലാക്കണം വെച്ചാൽ ദ വേ ഇറ്റ് ഗോയിങ് ഫോർവേഡ് ലൈക്കിന് ഒരു കോൾ സെൻറ്റർ വേണമെങ്കിൽ വി ക്യാൻ ഹാവ് എൻ AI. ബട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ഇസ് ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകത ഉണ്ട്. അതാണ് പ്രത്യേകത. ഐ നീഡ് ടു ഹാവ് എ ഫേസ് ടു ഫേസ് ഡയലോഗ് വിത്ത് എ കസ്റ്റമർ. ഒരു ക്ലോസ് ഇൻറ്ററാക്ഷൻസ് ഉണ്ട്. ഇത് നമ്മൾ വെറുതെ പറയുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സാർ, നാളെ വന്നാൽ മതി. സോ വാട്ട് ഇസ് ഹാപ്പനിങ് ഇസ് ലൈക്ക് ടേക്കിംഗ് ഇറ്റ് ഫർദർ എടുക്കുകയാണെങ്കിൽ AI വിൽ ബി കമ്മിങ്. പക്ഷേ ഇറ്റ് മേ നോട്ട് ബി ലൈക്ക് ബാക്കിയുള്ള ഇൻഡസ്ട്രി പോലെ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിന് അത്ര കാര്യമായിട്ടുള്ളത് ഇമ്പാക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ പോകാം. ബിക്കോസ് ഒരു കസ്റ്റമർക്ക് ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കണം. ഫിസിക്കലി പേഴ്സൺ ഹാസ് ടു ബി അവൈലബിൾ. ഇഫ് യു ഹാസ് ടു ഗിവ് എൻ എക്സ്പ്ലെയിൻ എ കാർ ടു ദ കസ്റ്റമർ, ഫിസിക്കലി ടെസ്റ്റ് ബി അവൈലബിൾ. പിന്നെ AI മോഡൽ നമുക്ക് ഡിജിറ്റൽ ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് എന്നാൽ ഒരു ടച്ച് ആൻഡ് ട്രൈ ഫീൽ ഉണ്ടല്ലോ, അത് വരണമെന്നുണ്ടെങ്കിൽ അതല്ല കോവിഡ് സമയത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ. വർക്ക് ഫ്രം ഹോം എല്ലാ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വി ഹാവ് ടു ബി അവൈലബിൾ ദർ ഫിസിക്കലി to showcase about the car. Delivery na physically you have to do a delivery with the customer, and that becomes a ceremony ആണ്. അപ്പോൾ നാച്ചുറലി യു കാൺ ഡു എനിത്തിങ് ബിയോണ്ട്. പക്ഷേ അധികം ഇമ്പാക്റ്റ് വരില്ല. പക്ഷേ വി ക്യാൻ യൂസ് ദീസ് ടെക്നോളജീസ് ഫോർ ബെറ്റർമെൻറ്റ്. ഇപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞ കോൾ സെൻറ്റർ, മേ ബി ഒരു ഫോളോ അപ്പ്, മേ ബി റിമൈൻഡർ കോൾസ്, അങ്ങനെ കുറേ സംഗതികളൊക്കെ നമുക്ക് ഇതുവഴി ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നത്. ബട്ട് വി ആർ നോട്ട് ഗോട്ട് ഇൻ ടു ദാറ്റ്. വി ആർ സ്റ്റിൽ സ്റ്റഡിങ് ദറ്റ് ഓപ്ഷൻസ്. ഡു യു തിങ്ക് വി ക്യാൻ സീ an autonomous car in an Indian street? That technology is not too far. ഇറ്റ് ക്യാൻ കം എനി ടൈം. ഇന്ത്യൻ സ്ട്രീറ്റ് എന്താണെന്ന് പറയുക, നമുക്കിപ്പോൾ പെർട്ടിക്കുലർ ലെയിൻസൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി ഇൻഫ്ര, ബേസിക്കലി റോഡ് ഇൻഫ്രയും കൂടെ നമുക്ക് അങ്ങനെ വരികയാണെങ്കിൽ ഇറ്റ് മേ. പക്ഷേ ദെൻ വി കാൺ ടേക്ക് ഇറ്റ് ലൈക്ക് വെസ്റ്റേൺ വാട്ട് ഹസ് ബീൻ അഡോപ്റ്റിങ്. അതേപോലെ ഒരു അത്രയും സ്പീഡ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ദർ ഇസ് ഓൾവേസ് എ ചാൻസ് ടു കം. എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ US, ചൈന എല്ലാം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാം ആയിക്കഴിഞ്ഞു. ട്രൈയിങ് ഉണ്ട്, പലരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എന്താ വെച്ചെങ്കിൽ ഡ്രൈവിംഗ് കൾച്ചറും കൂടെ ഒക്കെ മാറിയാലേ അതൊക്കെ നടക്കുള്ളൂ കുറച്ചും കൂടെ. എനിക്ക് തോന്നുന്നത് വിത്ത് ന്യൂ ടെക്നോളജീസ് കമ്മിങ് ഇൻ, അതൊരു ഹാബിറ്റാണല്ലോ. ഡ്രൈവിംഗ് ആസ് റൈറ്റ്ലി ഇട്ടുള്ള ഒരു ഹാബിറ്റാണ്. നമ്മൾ ആ ഒരു ഹാബിറ്റ് മാറിക്കോളും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നാളെ ഈ AI ടെക്നോളജീസ് എല്ലാം കൂടെ വന്നിട്ട് നമ്മൾ ഓടിക്കുന്നതിനെക്കാട്ടി വൃത്തിയായിട്ട് രീതിയിൽ ഇവിടെ അവന്മാർ ഓടിക്കും. അല്ല, ഉണ്ടാവും. പക്ഷെ എന്താ പറയുന്നത്, ഡിപ്പെൻഡൻസി ലൈക്ക് അതാണ് അതിന് കാര്യം. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരിയല്ലേ, ഈ ഡിപ്പെൻഡൻസി കനോട്ട് ബി മച്ച് ഇൻ ടു ദ. ബിക്കോസ് പിന്നെ ഇവിടെ നമുക്കൊരു ഇതുണ്ട്, ഇപ്പോൾ വി ഹാവ് ടു ഡ്രൈവ് ദ കാർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫീൽ ഉണ്ടല്ലോ. ഒന്ന് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് വി ഗെറ്റ് ദറ്റ് ഫീൽ അബൌട്ട് ദറ്റ് കാർ ഓൾ ടുഗദർ. ആൻഡ് എല്ലാം ഇപ്പോൾ എത്ര പവർഫുൾ എഞ്ചിൻ നമ്മൾ എടുത്താലും നമുക്കതൊന്ന് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കേൾക്കണം, ഫീൽ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രൈവബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ വി എൻജോയ് ദറ്റ് കാർ എന്നുള്ളൊരു ഫീൽ ഉണ്ട് കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് ഹൗ യു കോൾ ആൻഡ് ഓല ആൻഡ് ഊബർ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് സീറ്റിൽ ഇരിക്കണം, ഡ്രൈവർ ടേക്സ് യു അപ്പ്. അതർ വൺ യു ടു റിയലി എക്സ്പീരിയൻസ്, യു ടു പുട്ട് ദ മണി ഫോർ ദാറ്റ്. അത് ശരിയാണ്. സോ ഈ 36 വർഷത്തെ ഈ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലെ ഒരു കരിയർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്ത് ഉപദേശം കൊടുക്കും? ഞാൻ പറയണമെങ്കിൽ ദിസ് ഇസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. എന്ന് വെച്ചെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമുക്കൊരു ഫ്ലെയർ ഉണ്ടാവണം, ഒരു പാഷൻ ഉണ്ടാവണം, നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരാളുമായിരിക്കണം. ഇത് മൂന്നിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമൊബൈൽ ഇസ് ദ ബെസ്റ്റ് നമ്പർ. ഈ കാരിയോഗ്രാഫിൽ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ സെയിൽസിലാണെങ്കിൽ ലൈക്ക് ഹൗ ഇറ്റ് ഹാസ് ഹാപ്പൻ ടു മീ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി ഇൻ ദിസ് ഇൻഡസ്ട്രി. യു ക്യാൻ ഗ്രോ ഫ്രം എ ലെവൽ ആൻഡ് യു ക്യാൻ ഗ്രോ ടു ദ ടോപ്പ് ഓഫ് ദ കമ്പനി. ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ഓൺലി തിങ് ഇസ് ഇതിൽ വേണ്ടത് രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓൺലി തിങ് ഇസ് ഹിയർ വി ഹാവ് ടു ബി കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ടു ഡു ലോട്ട്സ് ഓഫ് തിങ്സ്. എപ്പോഴും നമുക്ക് മൈൻഡ് സെറ്റിൽ യു ഹാവ് എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ് ടു വർക്ക് ഓൺ ഓട്ടോ ഇൻഡസ്ട്രി. ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഇതിനകത്ത് വേണ്ടി വരും.
ഇതൊരു റുട്ടീൻ പോലത്തെ ജോബല്ല. എവറി ഡേ ദർ വിൽ ബി ചാലഞ്ചസ്, എവറി ഡേ ദർ വിൽ ബി ചേഞ്ചസ്, എവറി ഡേ യു ഹാവ് ടു കം വിത്ത് ലോട്ട്സ് ഓഫ് തിങ്സ് ഹെഡ്. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ വി ആർ ഓൾവേസ് ഗോയിങ് ടു ബി, നമ്മളെപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് ഉണ്ടാവും. വി ഹാവ് ടു ബി സെൽഫ് മോട്ടിവേറ്റഡ് ടു ബി ഇൻ ദിസ് ഇൻഡസ്ട്രി. തേർഡ് മോഡേൺ തിങ് എന്ന് വെച്ചെങ്കിൽ ദിസ് ഇൻഡസ്ട്രി വിൽ ഗോ ആൻഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ ഇസ് വെരി ഗുഡ്, ഏർണിംഗ് പൊട്ടൻഷ്യൽ ഇസ് റിയലി ഗുഡ്. ആൻഡ് ഇതാണ് ഒരു ഫ്യൂച്ചർ. പക്ഷേ I personally say that this industry is going to come out with lots of good things, because ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അതിനകത്ത് ഫീൽ കിട്ടുന്നത് ഓട്ടോ ഇൻഡസ്ട്രിയിലാണ്. ഇറ്റ് ഇസ് ആക്ച്വലി അഡ്വാൻസിങ് എ ലോട്ട്. അപ്പോൾ അതുകൊണ്ട് ദിസ് കാരിയർ ഇൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇസ് വെരി ഗുഡ് എന്ന് ഞാൻ പറയുള്ളൂ. പ്ലീസ് മീൻ അതിൽ കുറേ നല്ല നല്ല ആൾക്കാരും ഇനിയും ജോയിൻ ചെയ്യണം എന്ന് ഞാൻ പറയുന്നുള്ളൂ. നമുക്കിൻ്റെ ഒരു ചെറിയൊരു റാപ്പിഡ് ഫയർ, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും, പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ആൻസേഴ്സ് പറയണം. ഓക്കെ? സോ യുവർ ഫേവറേറ്റ് ടൊയോട്ട കാർ ഓൾ ദ ടൈം? Currently it's Hycross. Okay. Manual or automatic? Automatic, no change in that. SUV or sedan? SUV. Hybrid or EV? Hybrid. Okay. One dream road trip in India? That is from Bombay, Pune. റോഡ് ഉണ്ടല്ലോ, അതിലൊരു ഡ്രൈവ് പോകണമെന്നുണ്ട്. ചുമ്മാ ഡ്രൈവ് ചെയ്യില്ല, പറപ്പിക്കണം വിത്ത് ദ ലിമിറ്റ്സ് ഓഫ് വാട്ട് ഇസ് ബീൻ ടോൾഡ് ഇൻ ദാറ്റ് റോഡ്. ഓക്കെ. വൺ ഇന്റർനാഷണൽ റോഡ് ട്രിപ്പ് ഡെസ്റ്റിനേഷൻ? I think it will be towards European countries only. It is possible. One automobile innovation you are most excited about? Like, that driverless car is something I am also looking like ahead. Okay. എനിക്ക് തോന്നിക്കുന്നതാണ്. Okay. So a book that influenced your leadership? I think there are lots of management books. Okay. But I think something which is written by Henry Ford. Okay. There is something which is അത് സ്റ്റാർട്ട് ഓഫ് ദി ഓട്ടോമൊബൈൽ കരിയർ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഗോ ത്രൂ ചെയ്യുന്നതാണ്. ദർ ആർ ലോട്ട്സ് ഓഫ് മാനേജ്മെന്റ് ട്രെയിനിങ്സ് വി ഹാവ് ഗോൺ ത്രൂ. ബട്ട് ഇൻഫ്ലുവൻസ് കൂടുതൽ വന്നേക്കുന്നത് ഹെൻറി ഫോർഡിന്റെ ബുക്കിലാണ്. 3 words that defines Toyota? Process, sales operating procedures, and quality, durability, reliability concept. Okay. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പോഡ്കാസ്റ്റിൽ ഒരു റാപ്പിഡ് ഫയർ നടത്തുന്നത്. I want to ask you something, Sujith. That is, ഇപ്പോൾ ഞങ്ങളുടെ വണ്ടി ഉപയോഗിക്കുന്നൊക്കെ ഉണ്ടല്ലോ, ഫോർച്യൂണർ. How do you feel about the car? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഫോർച്യൂണർ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചങ്ങമ്പുഴ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇവിടെ റോഡിൽ ഇറങ്ങി അർണയുടെ മുമ്പിൽ കൂടെ പോയി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ അവിടെ പോയിട്ട് യൂ ടേൺ എടുത്ത് തിരിച്ചു വന്നാലേ എൻ്റെ ഫ്ലാറ്റിൽ കയറാൻ പറ്റുള്ളൂ. കാരണം അവിടെ യൂ ടേൺ അടച്ചു വെച്ചിരിക്കുക, മെട്രോയുടെ പണിയാണ്. അത് കാരണം ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഊടുവഴികളുണ്ട്. കൊച്ചിയിലെ എല്ലാ ഊടുവഴികളിലും കൂടി ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കും. അപ്പം ഞാൻ ഓക്കെയാണ്. എല്ലാവരും ചോദിക്കും ഇത്രയും വലിയ വണ്ടിയല്ലേ ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ പാടാണ്. ഞാൻ പറഞ്ഞു ചെറിയ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനാണ് പാട്. ചെറിയ വണ്ടി ആകുമ്പോൾ ഓരോ കുഴിയും നമ്മൾ നിർത്തി സ്ലോ ചെയ്ത് ചാടിച്ച് കൊണ്ടുപോകണം. ഇതാണ് കുഴി ഒരു പ്രശ്നമല്ല. എനിക്ക് ഇപ്പോൾ ഈ പണി നടക്കുന്ന റോഡിൽ കൂടെ ഭയങ്കര ഇഷ്ടമാണ്. ഹൈവേ ഞാൻ ഇപ്പോൾ കോഴിക്കോട് പോകണം. ഞാൻ പണ്ട് കോഴിക്കോട് പോകാൻ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കോഴിക്കോട് പോകണം, പോവാം, കോഴിക്കോടല്ലേ പോവാം, ഞാൻ റെഡിയാണ് പോകാൻ. എനിക്ക് പണി നടക്കുകയല്ലേ, അപ്പോൾ നമുക്ക് അപ്പുറത്തോടെ ഇപ്പുറത്തോടൊക്കെ ചാടിച്ചെടുത്തുകൊണ്ട് പോവാം. ബാക്കിയുള്ളവർ പതുക്കെ പോകുമ്പോൾ നമുക്ക് സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോവാം. അങ്ങനല്ല, ലൈക്ക് നമുക്കങ്ങനെ ചാടിച്ചെടുത്തോണ്ട് പോകാമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കംഫർട്ടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സത്യം പറഞ്ഞാൽ എടുക്കുന്ന സമയത്ത് ലെജൻഡർ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഡിസൈൻ, ഫ്രണ്ട് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് ലെജൻഡറിൻ്റെയാണ്. ചിലർക്കുണ്ടല്ലോ, ചിലർക്ക് ഭയങ്കര ഒരു ഫോർച്യൂണറിൻ്റെ ആ ഒരു മോൺസ്റ്റർ കൈൻഡ് ഓഫ് കൺവെൻഷണൽ അതായിരിക്കും ചിലർക്ക് ഇഷ്ടം. എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്, ഞാനത് എടുത്തു. അപ്പോൾ പിന്നെ 4-wheel ഡ്രൈവ് ഉള്ള വണ്ടിയാണ് ഞാൻ എടുത്തത്. പക്ഷെ ഞാൻ ഹാർഡ്ലിയാണത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെ കൊണ്ടുവന്ന് ചിലപ്പം ഇവിടെ റിവേഴ്സ് കയറ്റുമ്പോൾ ചക്രം കറയും. ചില സ്ഥലങ്ങളിൽ ചക്രം കറങ്ങുമല്ലോ. അന്നേരം ഞാൻ 4-wheel അന്നേരം ചക്രം കറങ്ങുമല്ലോ. ഞാൻ ആക്ച്വലി ഞാനിപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഇൻ്റർനാഷണൽ യാത്രകളായിരുന്നു. ഞാൻ കഴിഞ്ഞൊരു 3 വർഷത്തിൽ 2 വർഷവും ഇന്ത്യക്ക് പുറത്ത് തന്നെയായിരുന്നു. ഏത് കൺട്രി, വിച്ച് സൈഡ്? ഞാൻ പല രാജ്യങ്ങളിലായിട്ട്. ബട്ട് വിച്ച് യു ലൈക്ക് ദ ബെസ്റ്റ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഏഷ്യൻ കൺട്രീസ് തന്നെയാണ്. ഐ ലൈക്ക് ഏഷ്യൻ കൺട്രീസ്. എനിക്ക് എപ്പോഴും ട്രാവൽ ചെയ്യാൻ, വീണ്ടും ട്രാവൽ ചെയ്യാൻ ഇഷ്ടം ഏഷ്യൻ കൺട്രീസാണ്. പിന്നെ US പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് US ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഇനിയും ധാരാളം തവണ, കാരണം 50 ഓടിക്കാനുണ്ട്, കുറേ നല്ല ഓടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതെ, ബിറ്റ്വീൻ ഡൊമസ്റ്റിക് എയർപോർട്ടിൽ തന്നെ നമ്മൾ പോകണമെങ്കിൽ ഇറ്റ് ടേക്സ് 1.5 to 2 hours. One city to one state to another state. രസകരമായിട്ടൊരു കാര്യം, ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഓസ്ട്രേലിയ പോയിരുന്നു. ഐ വാസ് ദെയർ ഫോർ ഓൾമോസ്റ്റ് 20 days. ഈ 20 days 3500 കിലോമീറ്റർ ഞാൻ ഓസ്ട്രേലിയയിൽ വണ്ടി ഓടിച്ചു.
പല വണ്ടികൾ. അതിലൊരു ഫോർഡ് റേഞ്ചർ കിട്ടിയായിരുന്നു. ഓക്കെ. ഫോർഡ് റേഞ്ചർ, പിന്നെ കുറേ വണ്ടികൾ എനിക്ക് കിട്ടി. നമ്മൾ ഈ റെൻറ്റിന് എടുക്കുന്ന വണ്ടികളല്ലേ. മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ രാജ്യമല്ലേ. ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഒരു സിറ്റിയിലേക്ക് പോകണമെങ്കിൽ 1000-1500 കിലോമീറ്റർ ഉണ്ട്. അതിൽ ചില ടെറിട്ടറീസിലൊക്കെ നമുക്ക് 140 ആണ് അവരുടെ സ്പീഡ് ലിമിറ്റ്. 130-140 ഒക്കെയാണ് സ്പീഡ് ലിമിറ്റ്. യു ക്യാൻ ലിറ്ററലി ഡ്രൈവ്. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിലൊക്കെ ചിലപ്പോൾ ഒരു വണ്ടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വിജനമായിട്ടുള്ള റോഡുകളൊക്കെ ആയിരിക്കും. ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ്, ഭയങ്കര എൻജോയ് ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ $1 പെർ ഡേക്ക് നമുക്ക് വണ്ടി റെൻറ്റിന് എടുക്കാൻ പറ്റും. അത് ഞാൻ കണ്ടുപിടിച്ച ഒരു ട്രിക്കായിരുന്നു. ഒരു ഹാക്കാണ്. എൻ്റെ ഒരു ഫോളോവർ എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ അങ്ങനെ കണ്ടുപിടിച്ചെടുത്താണ്. നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം എറണാകുളത്ത് നിന്ന് വണ്ടി റെൻറ്റിന് എടുക്കുന്ന അയാൾ കോഴിക്കോട് കൊണ്ടുപോയി വണ്ടി ഡെലിവറി ചെയ്തു, റിട്ടേൺ ചെയ്തു. ആ വണ്ടി തിരിച്ച് എറണാകുളത്ത് വരണ്ടേ. അപ്പോൾ അവർക്ക് എപ്പോഴും കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് ഒരാൾ വണ്ടി ബുക്ക് ചെയ്യണമെന്നില്ലല്ലോ. മനസ്സിലായി. സോ അങ്ങനെയുള്ള സമയങ്ങളിൽ അവർ ഈ വണ്ടി ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിൽ $1 പെർ ഡേ എന്നും പറഞ്ഞുകൊണ്ട് ഇടും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് $1 പെർ ഡേ ആണ് റെൻറ്റ് കൊടുക്കേണ്ടത്, പ്ലസ് ഫ്യൂല് നമ്മൾ അടിക്കണം സ്വന്തമായിട്ട്. അതെന്തായാലും ഞാൻ ഫ്യൂൽ അടിക്കണമല്ലോ. അപ്പോൾ ആ വണ്ടി നമുക്ക് പോകേണ്ട റൂട്ടിൽ ആ വണ്ടി കിട്ടുവാണെങ്കിൽ നമുക്കത് എടുക്കാം, നമുക്ക് വരാം. ഞാൻ അങ്ങനെ അവർ അവൈലബിൾ ആയിട്ടുള്ള റൂട്ടുകളിൽ ഞാൻ ട്രിപ്പ് അടിച്ചു. അങ്ങനെ ഞാനൊരു എക്കണോമിക്കൽ ട്രിപ്പ് വളരെ എക്കണോമിക്കലായിരുന്നു. പിന്നെ ഫ്യൂൽ കോസ്റ്റും വലിയ എക്സ്പെൻസീവ് ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു 10,500 കിലോമീറ്റർ വണ്ടി ഓടിച്ചിരുന്നു. അപ്പോൾ ഓസ്ട്രേലിയ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസ് ആണ്. എനിക്ക് യൂറോപ്പ് അത്രയ്ക്ക് അങ്ങോട്ട് വലിയ താല്പര്യമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. യൂറോപ്പ് എന്നെ അത്ര ഫാസിനേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ വണ്ടി ഓടിക്കാൻ നല്ല സ്ഥലമാണ്, വണ്ടി ഓടിക്കാൻ ഇഷ്ടം പോലെ നല്ല സ്ഥലമാണ്. കുറേ രാജ്യങ്ങളുണ്ടല്ലോ, ബോർഡറൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ US എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നമ്മൾ എന്തോ സംസാരിച്ചോന്ന് ഞാൻ മറന്നുപോയി. എന്തൊരു ചോദിച്ചത്? നെക്സ്റ്റ് ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാനപ്പം ഫുൾ പുറത്തായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഇന്ത്യയിൽ ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് എവിടെയും പോയിട്ടില്ല. ഇപ്പം പോഡ്കാസ്റ്റുകളും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് എനിക്കൊന്ന് ലഡാക്ക് പോകണമെന്നുണ്ട് വീണ്ടും. കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് പോകാൻ പറ്റുന്നൊരു യാത്ര ആയിരിക്കും വണ്ടിയിലോ. ഞാൻ കഴിഞ്ഞ തവണ ലഡാക്കിൽ പോയത് എൻ്റെ ഹാരിയർ ഉണ്ടായിരുന്ന സമയത്താണ്. ആ ഒരു ട്രിപ്പ് ചെയ്യുന്ന സമയത്താണ് ഞാൻ 3 മാസം കഴിഞ്ഞിട്ട്, ആ ട്രിപ്പിനിടയ്ക്ക് ഞാൻ ലഡാക്ക് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ ഫോർച്യൂണർ എടുക്കുന്നത്. എന്നിട്ട് ഞാൻ പോയത് അരുണാചലിലാണ്. അരുണാചലിലും നോർത്ത് ഈസ്റ്റും ഞാൻ ഫോർച്യൂണറിൽ പോയി. പക്ഷേ ലഡാക്കിലേക്ക് ഞാൻ ഫോർച്യൂണറിൽ പോയില്ല. സോ എനിക്ക് ഇതും കൊണ്ട് ലഡാക്കിൽ പോയിട്ട്, എനിക്ക് പ്രിഫറബിളി ഒറ്റയ്ക്ക് പോയിട്ട്, എനിക്ക് അവിടെ കുറച്ച് റിമോട്ട് സ്ഥലങ്ങളിലൊക്കെ ഇതിനകത്ത് തന്നെ കിടന്ന് ഉറങ്ങി അങ്ങനെയൊക്കെ ഒരു ട്രിപ്പൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കറിയില്ല വർക്കൗട്ട് ആവുമോ എന്നുള്ളത്. ഈ വണ്ടി ഒരു ക്യാമ്പറായിട്ട് തന്നെ മാറും. അങ്ങനെയൊക്കെ ചെയ്യും, ഒരു വെറൈറ്റിക്ക് നമ്മളൊരു ആഗ്രഹമല്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുണ്ട്. പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ, ലഡാക്ക് ഒത്തിരി ഡെവലപ്പ് ആയില്ലേ. സോ നമുക്കിപ്പോൾ ഒത്തിരി സൗകര്യങ്ങൾ എല്ലായിടത്തും റോഡൊക്കെ നല്ലതാണ്. പണ്ട് ഒരു ത്രില്ലായിരുന്നു നമുക്ക് കൊണ്ടുപോകാൻ, ഇങ്ങനത്തെ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ ഭയങ്കര ത്രില്ലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ത്രില്ല് പോയി, കാരണം നല്ല റോഡാകുമ്പോൾ നമുക്ക് ത്രില്ല്. പണ്ട് പറഞ്ഞ ഒരു കച്ചാ റോഡൊക്കെ ആയിരുന്നു, അത് ഈ വണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണകരം ചെയ്യും, എസ്പെഷ്യലി ഫോർച്യൂണർ. ഇറ്റ്സ് ലൈക്ക് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ് കേട്ടോ. എനിക്ക് അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പക്ഷെ എനിക്ക് ഇപ്പം നിലവിലുള്ള മാർക്കറ്റിലുള്ള വണ്ടികൾ എനിക്ക് ലുക്ക് വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹൈക്രോസ് ആണ്. എനിക്ക് എന്തോ ഹൈക്രോസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും ഡിസൈൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ, നല്ല സ്പേസ് ഉണ്ട് വണ്ടിയിൽ. അതെ, ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നു 1-2 പേരുടെ വണ്ടികൾ. എനിക്ക് അതിനകത്ത് കിട്ടിയ 2-3 കാര്യം കസ്റ്റമേഴ്സ് പറഞ്ഞു തരും. വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ സൈലൻ്റ് ആണ് ബിക്കോസ് ഓഫ് ദ ടെക്നോളജി. സെക്കൻഡ്, അതിനകത്ത് ഫാമിലി ഇരുന്നിട്ട് നമുക്ക് പോകുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം ഫാമിലിയുടെ കൂടെ ചിലവാക്കുന്നതോടെയാണല്ലോ വണ്ടിയിൽ നിന്ന് പോകുമ്പോഴാണ്, ആ വീട് കഴിഞ്ഞാൽ. അപ്പോൾ അവരൊന്ന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് സംസാരിച്ചൊക്കെ പോകാം. പിന്നെ 3 റൂമിന് നല്ല സ്പേസ് ഉണ്ട്. അത് ഞാൻ നേരത്തെ പല കസ്റ്റമേഴ്സും പറഞ്ഞു കേട്ടോ, ലെഗ് റൂമും ഹെഡ് റൂമും കാര്യമായിട്ടുണ്ട് നല്ല. പക്ഷേ എന്നാൽ ഈ വണ്ടി ഓടിക്കാനായിട്ട് വളരെ സുഖമായിട്ട് ഓടിച്ചാൽ ബിക്കോസ് ഓഫ് ദി ഇലക്ട്രോണിക് പാസ് സ്റ്റിയറിംഗ്. എവിടെയെങ്കിലും യൂ ടേൺ ഒക്കെ എടുത്ത് നമുക്ക് പാർക്ക്. ഇപ്പോൾ എന്ത് കോസ്റ്റ് വരുന്നുണ്ട് ഹൈക്രോസിന്? ടോപ്പ് എൻഡിന് 41.8 ഉണ്ട്. ഐ മീൻ ദി ഓൺ റോഡ് കോസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം 25 lakhs ഓൺവേർഡ്സ് ഉണ്ട് ഹൈക്രോസ്. അതാണ് പെട്രോൾ. നമ്മുടെ നാട്ടിൽ ഈ ടൊയോട്ടയ്ക്ക് പല മോഡൽസ് പല രാജ്യത്തും ഉണ്ട്. എന്തുകൊണ്ടാണ് കൂടുതൽ മോഡൽസ് ഇന്ത്യയിൽ? അത് ഞങ്ങളും പലപ്പോഴും ഞങ്ങൾ ഞാൻ നേരത്തെ അത് ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഇന്ത്യ സ്പെസിഫിക് അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ റോഡിന് സ്പെസിഫിക്കും ആണ് മോഡൽസ് ഇനി കൊണ്ടുവരുള്ളൂ. പിന്നെ വാട്ട് ഈസ് ഇൻ ഡിമാൻഡ് കറൻ്റ്ലി, അത് എന്ത് ലെവലിലേക്ക് നെക്സ്റ്റ് കൊണ്ടുപോകുന്നു മാത്രമാണ് കേട്ടോ. നമ്മൾ ശരിക്കും ജപ്പാനിലൊക്കെ പോയി വണ്ടി കണ്ടു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് കാർസ് ആണ്. RAV4 ഒന്നും ഇല്ലല്ലോ ഇവിടെ? ഇല്ലില്ല. RAV4 ഞാൻ മിക്കവാറും നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ റെന്റിന് കിട്ടുന്ന വണ്ടികളാണ്. നല്ല RAV4 ഞാൻ ഓസ്ട്രേലിയ പോയപ്പോൾ ഓടിച്ച്
ഞാൻ ഈ 140 സ്പീഡ് ലിമിറ്റ് ഉള്ള സ്ഥലത്ത് ഞാൻ 180 വരെയൊക്കെ ഓടിച്ചു. ഇത് പറക്കുക. അപ്പോൾ നമുക്ക് ഇന്ത്യ സ്പെസിഫിക് വണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ, അതാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ് ആൻഡ് ഗുഡ് തിങ്സ് ടു കം. ഞാൻ തള്ളിയതല്ല 180 ഓടിച്ചെന്ന്, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. അവിടെ ഓടിക്കാൻ പറ്റുമായിരിക്കുമല്ലോ. അവിടെ അന്നാ 140 ലിമിറ്റ് ഉണ്ട്, പിന്നെ ഇതങ്ങ് പോവാ, നമ്മൾ അറിയുന്നില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്, കാരണം വിജനമാണ് റോഡേ. മനസ്സിലായി. പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും തള്ളുമോ, പക്ഷെ അല്ല കൈസ്, തള്ളിയതല്ല. അല്ല ശരിക്കും അങ്ങനെ മോഡൽസ് ഫ്യൂച്ചറിൽ വരുമായിരിക്കും അല്ലേ? വരും. വി ആർ എക്സ്പെക്ടിങ് ഗുഡ് തിങ്സ് ടു കം. എന്തായാലും ലൈക്ക് ഹാപ്പി ടു ബി വിത്ത് യു. കാരണം 10-35 വർഷമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ കൈ കിട്ടിയപ്പോഴത്തേക്കിനും കുറേ കാര്യങ്ങൾ ചോദിക്കാൻ അറിയാനൊക്കെ സാധിച്ചു. ഒരു ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയാണ്. ഞാൻ ഇതുവരെ എനിക്ക് തോന്നുന്നില്ല ലൈക്ക് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതും നിപ്പോൺ പോലെയുള്ള ഒരു ബ്രാൻഡ്, അതും 26 years ഓഫ് ലെഗസി. നിങ്ങളുടെ ഇനിയിപ്പം ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? വി ആർ എക്സ്പാൻഡിങ്, നെറ്റ്വർക്ക്സ് ഒക്കെ എക്സ്പാൻഡ് ആവുന്നുണ്ട്. ഓക്കെ. ആൻഡ് യു ക്യാൻ സീ ഇറ്റ് വെരി ഷോർട്ട്ലി. തിങ്സ് ആർ ഹാപ്പനിങ് ആൻഡ് പോസിറ്റീവ് തിങ്സ് ആർ ഹാപ്പനിങ് അപ്പ്. ഓക്കെ. അപ്പോൾ എന്തായാലും വിഷ് യു ഓൾ ദി ബെസ്റ്റ്, നിപ്പോൺ ഓൾസോ. അപ്പോൾ താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ബക്തൻ. Thank you Sujith for your time with us. Yeah. And we had a good interaction and chat. Thank you.